ഡോക്ടർ എബ്രഹാം വർഗീസ്. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തക്ക സമയത്ത് തന്നെ കടന്നു വന്നു. പ്രത്യേകം വന്ദനം പറയുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐ ഇൻവൈറ്റ് ഡോക്ടർ എബ്രഹാം വർഗീസ്, പ്ലീസ്. അദ്ദേഹത്തെ കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നൗ ഡോക്ടർ എബ്രഹാം വർഗീസ്. Hallelujah. Thank you so much for the very warm introduction and welcome. Praise the Lord. ഒരു വാക്യം വായിച്ച് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. 50-ാം സങ്കീർത്തനം 23-ാം വാക്യം ദയവായി വായിക്കണം. Psalm 50 in verse number 23. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. Amen. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ നമ്പർ 1, എൻ്റെ ജീവിതം, എൻ്റെ വാക്ക്, എൻ്റെ പ്രവർത്തികൾ, എൻ്റെ സകലത്തിലും എൻ്റെ സിംഗിൾ ചോയ്സ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, ഇവിടെ ആയിരിക്കുന്ന പലരും, അല്ല നമ്മളെല്ലാവരും, നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വാക്കുകൾ, പ്രവർത്തികൾ, ചലനം, സകലത്തിലും നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എങ്ങനെയെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇംഗ്ലീഷിലത് വായിക്കുമ്പോൾ കുറച്ചും കൂടെ വിപുലമായ ആശയം അവതരിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. ആംപ്ലിഫൈഡ് ബൈബിളിൽ ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും: ഹി ഹു ബ്രിങ്സ് ആൻ ഓഫറിംഗ് ഓഫ് പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ് ഓണേഴ്സ് ആൻഡ് ഗ്ലോറിഫൈസ് മീ. ദൈവം പറയുകയാണ്, സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. പലപ്പോഴും എൻ്റെ ആഗ്രഹം ഒരു മൈക്ക് കിട്ടിയാൽ, പലരുടെയും ആഗ്രഹം ആ മൈക്ക് കിട്ടിയാൽ 4 പേരുടെ മുൻപിൽ സാക്ഷ്യമോ വചനമോ എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ വാക്കുകൾ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ സാധിച്ചാൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. എങ്കിലും ദൈവത്തിന് പറവാനുള്ളത്, ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശ്രദ്ധയോടെ ഹൃദയത്തിൽ നിന്നും ദൈവസന്നിധിയിൽ സ്തോത്രം കരേറ്റുന്നവരുണ്ടോ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കെല്ലാം ദൈവം ഏറ്റവും ധന്യമായ ഒരു മഹത്വകരമായ ഒരു അനുഭവം തന്നിരിക്കും. ജസ്റ്റ് താങ്ക് ദ ലോർഡ്. കർത്താവിന് നന്ദി പറ. സ്തോത്രം ചെയ്യുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അത് മനുഷ്യൻ്റെ അഭിപ്രായമല്ല, ദൈവത്തിൻ്റെ വാക്യമാണ്. ദൈവം പറയുകയാണ്, അധരഫലം എന്ന സ്തോത്രയാഗം, ദ ഓഫറിംഗ്, ദ ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ്, അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് മൈക്രോഫോൺ കയ്യിൽ ലഭിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ അവസരം പാഴാക്കാതെ എവിടെയെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകണം. മാത്രമല്ല, അല്പം കൂടെ കടത്തി പറയുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്തതിനേക്കാൾ അല്പം കൂടെ ആഴത്തിൽ, അല്പം കൂടെ ചായം തേച്ച് ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നു, ഹി ഹു ബ്രിങ്സ് ആൻ ഓഫറിംഗ് ഓഫ് പ്രൈസ്. അർപ്പിക്കുന്നവൻ എന്ന് മാത്രമല്ല, അത് കൊണ്ടുവന്നർപ്പിക്കുന്നവൻ. ഇന്നത്തെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നതിനേക്കാൾ പഴയ നിയമത്തിൽ നോക്കിയാൽ ഒരു പക്ഷേ അവർ ആയിരം നടത്തുന്ന 1, 2, 3, 4 അതിലധികവും ദിവസങ്ങൾ നടന്നു വന്ന് കർത്താവായ യേശുവിനെ ആലയത്തിൽ കൊണ്ടുവന്നപ്പോൾ മടങ്ങിപ്പോകുമ്പോൾ 3-ാമത്തെ ദിവസമാണ് കർത്താവായ യേശു, അല്ലെങ്കിൽ യേശു പൈതലായിരുന്നപ്പോൾ തൻ്റെ മാതാപിതാക്കളുടെ കൂടെ മടങ്ങിപ്പോയില്ല എന്നവർ തിരിച്ചറിയുന്നത് 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട്. അങ്ങനെ ദൂരം യാത്ര ചെയ്തു വരുമ്പോൾ അവർ അവരുടെ ഭവനത്തിൽ നിന്ന് ആടിനെയോ ഇല്ലെങ്കിൽ വലിയ കന്നുകാലികളെ ഒക്കെ കൊണ്ടുവരുന്നത് അല്പം മെനക്കേട്. അതിനെ ഇത്രയും ദൂരം വലിച്ചുകൊണ്ട് വരുന്നതും അതിൻ്റെ ആഹാരവും അതിനെ ബലം പ്രയോഗിച്ച് കൊണ്ടുവരുന്നത് ഇറ്റ്സ് എ ചലഞ്ച്. അതുകൊണ്ട് ചെറിയൊരു സിസ്റ്റം അവിടെ ആരംഭിച്ച്, എന്താണ്, ആലയത്തിൽ വന്നാൽ മതി, പണം കൊടുത്താൽ നല്ല കാശുകാർക്ക് അല്പം വലുപ്പമുള്ള മൂരിയും കൊമ്പും കുളമ്പും ഒക്കെയുള്ള മൂരി, അല്പം കാശ് കുറഞ്ഞവർക്ക് ആടുമാടുകൾ. അതുമാത്രമല്ല, ഏറ്റവും ദരിദ്രരായിട്ടുള്ളവർക്ക് കുറുമ്പ്രാവ്, ഇവൻ ദൂരെ നിന്ന് വരുന്നവർക്ക് ചെറിയ പ്രാവും കുഞ്ഞുങ്ങളെ പോലും കൊണ്ടുവരാൻ എളുപ്പമല്ല. ആ കയ്യിൽ അത്രയും നേരം പിടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കൊണ്ടുവരണമെങ്കിൽ എളുപ്പമല്ല. പക്ഷേ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാകുവാൻ ആലയത്തിൽ തന്നെ അവർ ചെറിയ വ്യാപാരങ്ങളൊക്കെ ആരംഭിച്ചു. പിന്നത്തേതിൽ കർത്താവായ യേശു ചാട്ടവാറെടുത്ത്, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കേണ്ടതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്നൊക്കെ പറഞ്ഞ് അടിച്ചോടിക്കേണ്ടി വന്നെങ്കിലും അതൊത്തിരി എളുപ്പമായി. പക്ഷേ കർത്താവ് പറയുകയാണ്, അങ്ങനെയല്ല, വീട്ടിൽ നിന്നും നിങ്ങൾ വരുമ്പോൾ യാഗവസ്തു കൊണ്ടുവരികയാണെങ്കിൽ, സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തുകയാണ്.
ഇവിടെ വന്നിരുന്ന് കർത്താവിനൊരു സ്തോത്രം ചെയ്യുവാൻ അവസരം നൽകുമ്പോൾ, പ്രത്യേകിച്ചും കോർപ്പറേറ്റായി കൂട്ടമായി ദൈവത്തെ ആരാധിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ, ഇവിടെ വന്നിരുന്ന് പലതും ധ്യാനിച്ച് സ്തോത്രം ചെയ്യുന്നത് നല്ലതാണെങ്കിലും ഭവനത്തിൽ നിന്ന് വരുമ്പോൾ ഇന്ന് എൻ്റെ ആരാധനയിൽ എനിക്ക് ആയുസ്സും ആരോഗ്യവും ബലവും കൃപയും ഒക്കെ തന്ന് എന്നെ പരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ആലയത്തിൽ എൻ്റെ അധരഫലം എന്ന സ്തോത്രയാഗം ഞാൻ അർപ്പിക്കുമെന്നും, എൻ്റെ ജീവിതം, എൻ്റെ ശരീരം, എൻ്റെ ചലനങ്ങൾ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി, എൻ്റെ ശബ്ദം, എൻ്റെ പാട്ട്, എൻ്റെ സ്തോത്രം ദൈവസന്നിധിയിൽ അർപ്പിക്കും എന്ന് ഭവനത്തിൽ നിന്നും ഒരുക്കപ്പെട്ട് ക്രമീകരിക്കപ്പെട്ട് വന്നർപ്പിക്കുന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ, ദൈവം പറയാണ്, എന്നെ മഹത്വപ്പെടുത്തുന്നു. ഒരു പക്ഷേ സ്റ്റേജിൽ നിന്ന് പറയുന്ന പ്രസംഗങ്ങൾ, വചന ശുശ്രൂഷകൾ, സാക്ഷ്യങ്ങൾ ഒക്കെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ അധികം ഒരു പക്ഷേ അവിടെ ആരും അറിയാതെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഏത് തടിപ്പിച്ച കാളക്കുട്ടിയേക്കാളും വിലയേറിയ ചില യാഗങ്ങൾ അർപ്പിക്കുന്ന ഒരു പാവപ്പെട്ട വിശ്വാസിയെ നോക്കിയിട്ട് കർത്താവ് പറയും, ബാക്കി സകലരും അർപ്പിച്ചതിനേക്കാൾ അധികം ആ വിധവ 2 ചില്ലിക്കാശ് ആലയത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് ഇട്ടപ്പോൾ സ്വർഗം കുലുങ്ങിയതുപോലെ ചിലതിൻ്റെ ജീവിതത്തിൽ നിന്നും ഉയരുന്ന ഒരു സ്തോത്രമായിരിക്കും സ്വർഗത്തെ ചലിപ്പിക്കുന്നത്. അതുകൊണ്ട് അധരഫലം എന്ന സ്തോത്രയാഗവും ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രയാഗങ്ങൾ അലക്ഷ്യമായി ആരും വിചാരിക്കരുത്. ഇന്ന് ഇവിടെ ചിലർ ദൈവനാമത്തെ ഉയർത്തിയിരിക്കും. അതിനുള്ള ഏറ്റവും ധന്യമായ അവസരങ്ങൾ ഇവിടെയുണ്ട്. ഇന്ന് ചിലർ ദൈവനാമത്തെ ഉയർത്തിയിരിക്കും. അങ്ങനെ വന്ന് പറയുകയാണ്, ഹി ഹു ബ്രിങ്സ്, ഭവനത്തിൽ നിന്നും ഒരുക്കി ക്രമീകരിച്ച് കൊണ്ടുവരുന്ന ഓഫറിംഗ് ഓഫ് പ്രൈസ്, സ്തുതിയാഗങ്ങൾ ആൻഡ് താങ്ക്സ് ഗിവിംഗ്, സ്തോത്രയാഗങ്ങൾ, അവർ ഓണേഴ്സ് ആൻഡ് ഗ്ലോറിഫൈസ് മീ, അവർ എന്നെ ദൈവം പറയുകയാണ്, എന്നെ അവർ മാനിക്കുന്നു, എന്നെ മഹത്വപ്പെടുത്തുന്നു. ആൻഡ് ഹി ഹു ഓർഡേഴ്സ് ഹിസ് വേ റൈറ്റ്, വഴികൾ ക്രമീകരിക്കുന്നവൻ, ടു ഹിം ഐ വിൽ ഡെമോൺസ്ട്രേറ്റ് ദ സാൽവേഷൻ, രക്ഷ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. അതൊരു ഭയങ്കര വലിയൊരു സന്ദേശമാണ്. ഇന്നത്തെ സന്ദേശവുമായി ഞാനത് മെർജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻട്രൊഡക്ഷനായിട്ട് ഇത് പറയുന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ചിലരെ ദൈവത്തിൻ്റെ രക്ഷ കാണിച്ചിരിക്കും. ഞാൻ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ജീവിതത്തിൽ ആവശ്യമുള്ള രക്ഷയുടെ ആഴങ്ങൾ ഇന്ന് രാത്രിയിലും ദൈവം ചിലരെ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം അധരം ചലിപ്പിച്ച് ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി, കരങ്ങൾ തട്ടുന്നവർ അങ്ങനെ എങ്ങനെയെങ്കിലും ജസ്റ്റ് ഓണർ ദ ലോർഡ്, ദൈവത്തെ മാനിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ലോർഡ്, ആരുടെയും ശബ്ദം കേൾക്കുവാൻ സാധിച്ചില്ലെങ്കിലും, ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയില്ലെങ്കിലും, ഇന്ന് രാത്രിയിൽ IPC പ്രയർ സെന്റർ തിരുവല്ലായിൽ ഉയരുന്ന ചിലരുടെ ശബ്ദം ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വാസ്തവത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് പോലെ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഇതിൻ്റെ അകത്ത് സ്തുതി സ്തോത്രയാഗങ്ങൾ ഉയരുകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. താങ്ക് യു ലോർഡ്. ഈ മീറ്റിംഗ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പിരിയുന്നിടം വരെ ദൈവനാമത്തിന് അസാധാരണ മഹത്വം കരേറ്റുന്ന ഒരു തലം ആത്മാവിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനേകരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന വചന ശുശ്രൂഷയുടെയും വചന വെളിപ്പാടുകളുടെയും ആഴങ്ങൾ ഇതിൻ്റെ അകത്ത് കത്തിജ്വലിക്കുവാൻ ഞങ്ങളുടെ നാമത്തിൽ അന്തരീക്ഷത്തെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ആത്മാവിൽ കുഞ്ഞാടിൻ്റെ രക്തം വിശ്വാസത്താൽ തളിച്ച് ശുദ്ധീകരിക്കുകയാണ്. ചിലർ ശബ്ദമുയർത്തി പറയുമോ, യേശുവിൻ്റെ രക്തം വിശ്വാസത്താൽ തളിച്ച് ഞങ്ങൾ ഈ അന്തരീക്ഷത്തെ അടുത്തൊരു തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ അവിടെയായി നടന്നിരിക്കും. അത്ഭുതങ്ങൾ ചിലതൊക്കെ നടന്നിരിക്കും. വീര്യപ്രവർത്തികൾ ചിലതൊക്കെ നടന്നിരിക്കും. ചില ഭവനത്തിൻ്റെ അകത്തുള്ള ചില കെട്ടുകൾ ഇന്ന് രാത്രിയിൽ വചന ശുശ്രൂഷയുടെ നടുവിൽ വളരെ വളരെ മൗനമായി, ഒരുപക്ഷേ ആരും ശബ്ദമുയർത്തിയില്ലെങ്കിലും ഇതിൻ്റെ അകത്ത് വചന ശുശ്രൂഷ ചലിക്കുമ്പോൾ ആത്മാവിൻ്റെ വാളാകുന്ന വചനമാകുന്ന വാൾ, ഏത് ഇരുവായ്ത്തലുള്ള വാളിനേക്കാളും മൂർച്ചയുള്ള വാൾ, ചിലതിനൊക്കെ അറുത്തു മാറ്റുന്നത് പോലെ, ചില ബന്ധനങ്ങളെ തകർത്തു കളയുന്നത് പോലെ, ചില നുഖങ്ങളെ ഒട്ടിച്ചു കളയുന്നത് പോലെ, അതിൻ്റെ അമിക്കയറുകളെ അറുത്തു കളയുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ചില കാര്യങ്ങൾ നടക്കുവാൻ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഞങ്ങൾ അന്തരീക്ഷത്തെ യേശുവിൻ്റെ നാമത്തിൽ അടുത്ത തലത്തിലേക്ക് ആത്മാവിൽ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ബലമുള്ള ദൂതന്മാർ ഇറങ്ങി വരുവാൻ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിരിക്കണമേ. ദേശശക്തികളെയും അന്യായ പോരുകളെയും
ബന്ധിക്കേണ്ടതിനെ ബന്ധിച്ചു കളയുവാൻ, വെട്ടേണ്ടതിനെ വെട്ടിക്കളയുവാൻ, ദേശശക്തികളെ ശാസിച്ചു കളയുവാൻ, ചിലതിനെ പുറത്താക്കുവാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വ്യാപരിക്കുന്ന ആത്മീയ ശക്തിക്കായി, ആത്മീയ അധികാരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുകയാണ്. മാത്രമല്ല, ചില ശരീരങ്ങളിൽ രോഗസൗഖ്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ചില മൺപാത്രങ്ങളിലേക്ക് അത്യന്ത ശക്തിയുടെ പകർച്ച ഇന്ന് ആരംഭിച്ചിരിക്കുകയാൽ സ്തോത്രം. വികാരങ്ങളെ ഇളക്കുന്നതിനേക്കാൾ അധികം ശരീരത്തിൽ ചില ആത്മശക്തിയുടെ പകർച്ചകൾ, ആത്മാവിന്റെ അഗ്നിയുടെ പകർച്ച, ആത്മാവിന്റെ നിറവ് ഇന്നുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചു. ആദ്യ നിമിഷങ്ങൾ തന്നെ ഇന്ന് വചന ശുശ്രൂഷ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടുന്ന് മടങ്ങിപ്പോകുന്നതിന് മുൻപേ ആത്മാവിൽ ചില വിടുതലുകൾ റിലീസാക്കുകയാണ്. ചില കെട്ടുകൾ അഴിഞ്ഞു മാറുകയാണ്, ചില ബന്ധനങ്ങൾ തകർന്നു മാറുകയാണ്, പാപത്തിന്റെ നുകങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറുകയാണ്. In the mighty name of Jesus, in the mighty powerful name of Jesus. ഹേ മന്ത്രവാദ ശക്തികളെ, ആഭിചാര ശക്തികളെ, ദേശശക്തികളെ, പോരിന്റെ ശക്തികളെ, ആപത്തിന്റെ ശക്തികളെ, അനർത്ഥത്തിന്റെ ശക്തികളെ, മരണപ്പോരുകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ വെട്ടിക്കളയുകയാണ്. എന്ന് ചില ഭവനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുവാൻ, ഭവനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ശക്തി ജ്വലിക്കുവാൻ, ഇതിനകത്ത് ഈ ആലയത്തിൽ അസാധാരണമായ ദൈവ പ്രവർത്തികൾക്കായി അന്തരീക്ഷത്തെ ഞങ്ങൾ തുറന്നുവിടുന്നു. താങ്ക് യു ലോർഡ്. അങ്ങനെ ഒരു ദൈവപ്രവർത്തി കർത്താവ് ആരംഭിച്ചിരിക്കുകയാൽ സ്തോത്രം, യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഓൾറൈറ്റ്, ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് IPC പ്രയർ സെന്റർ തിരുവല്ലയിൽ നടക്കുന്ന ഈ കരിസ്മ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയറിൽ കടന്നു വരാൻ എനിക്ക് ലഭിച്ച ഈ പദവിക്ക് താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ. രാജു അങ്കിളിനോടും ആൻറ്റിയോടും നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ ജിബിൻ ആൻഡ് ഫാമിലി, കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ നേതൃവൃന്ദത്തോട് ഉള്ള നന്ദി അറിയിക്കുന്നു. ഐ ആം ഓണേർഡ്. താങ്ക് യു സോ മച്ച്. മീൻവൈൽ ഇവിടുത്തെ സിസ്റ്റർ മന്നയും പാസ്റ്റർ ജേക്കബ് രാജൻ അവർകളും ഞങ്ങളുടെ സഭയിൽ ദേ ബീൻ എ ഗ്രേറ്റ് ഹെൽപ്പ്. അവർ വലിയൊരു റിസോഴ്സായി, വലിയൊരു സപ്പോർട്ടായി അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. വി ആർ സോ ഓണേർഡ്. ഇവിടെ കടന്നു വരുവാൻ സാധിച്ചതിൽ, ഇവിടുത്തെ ശുശ്രൂഷകന്മാരോടൊപ്പമായിരിക്കുവാൻ സാധിച്ചതിൽ വി ആർ സോ ഓണേർഡ്. താങ്ക് യു സോ മച്ച്. ഇന്ന് രാത്രിയിൽ ഒരു സെക്ഷൻ കടന്നു വരാൻ സാധിച്ചത് ഐ പ്രേ വിൽ ബി എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ഫോർ us. ഒരു വാക്യം വായിച്ച സന്ദേശത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കണം. ഓഫ് കോഴ്സ് ഇൻട്രൊഡക്ഷൻ വായിച്ചതിലേക്ക് നമ്മൾ ഡെഫിനറ്റ്ലി മടങ്ങി വരും. എങ്കിലും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം മുതൽ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. The epistle according to Saint James, chapter number 1, St. John, the gospel according to St. John, chapter number 1 and verse number 17. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. യോനാ रचित सुसमाचार पहली अध्याय 17वीं आयत पढ़ेंगे. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. Praise the Lord. ഞാൻ കൃപയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കൃപ. I would like to talk about grace, കൃപ. ഞാൻ മേ ബി ഒരു 3-4 ക്വസ്റ്റ്യൻസ്, 3-4 ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഇന്ന് മുഴുവൻ മെസ്സേജും എടുക്കും. ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നത്, ഈ മെസ്സേജ് ഇവിടെ സംസാരിക്കുമ്പോൾ അറിവിൽ ചില വർധനവുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അധികം ഞാൻ വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നതിനേക്കാൾ അധികം വാസ്തവത്തിൽ ചില കൃപയുടെ പകർച്ചകൾ ഇതിൻ്റെ അകത്ത് നടന്നിരിക്കും. 2, കൃപയിലേക്ക് ചിലരെ ഭരമേൽപ്പിച്ചിരിക്കും. ഐ റിയലി ബിലീവ് ദാറ്റ് അസാധാരണമായ മാറ്റങ്ങൾ വ്യക്തി ജീവിതങ്ങളിൽ നടന്നിരിക്കും. ഇവിടുത്തെ യങ്സ്റ്റേഴ്സ്, യൗവനക്കാർ പ്രത്യേകിച്ചും ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, അവരെ കൃപയുടെ അടുത്ത തലത്തിലേക്ക് ദൈവം ഉയർത്തിയിരിക്കും. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഗ്രേസ്? കൃപ എന്നാൽ എന്താണ്? പലരുടെയും വിചാരം കൃപ എന്നാൽ ഒരു വികാരമാണെന്നാണ്. ഇറ്റ്സ് എൻ ഇമോഷൻ. മനസ്സലിവ് ഒരു വികാരമാണ്. മേഴ്സി, മനസ്സലിവ്, കരുണ എന്നുള്ളത് ഒരു വികാരമാണ്. വികാരങ്ങൾ ശരിയാണോ തെറ്റാണോ? വികാരങ്ങൾ ശരി തന്നെയാണ്. വികാരങ്ങൾ നിമിത്തം നമ്മൾ പാപം ചെയ്യരുത്. ഏത് വികാരത്തിലും മനുഷ്യർക്ക് പാപം ചെയ്യുവാനും ഏത് വികാരത്തിലും ദൈവത്തിൻ്റെ നീതിയെ നിവർത്തീകരിക്കുവാനും സാധിക്കും. സന്തോഷം എന്ന വികാരം വരുമ്പോൾ ചിലർ അത് നിമിത്തം പാപത്തിലേക്കും, പാപത്തിൽ സന്തോഷിക്കുന്നവരുണ്ട്. ഇമോഷൻ ഓഫ് ജോയ്, അവരുടെ ആ സന്തോഷത്തിൽ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല, പകരം മദ്യപാനത്തിലോ വെറിക്കൂത്തിലും വ്യത്യസ്ത രീതികളിലും അവരുടെ സന്തോഷം എന്ന വികാരം ദൈവനീതിയെ പ്രവർത്തിക്കുന്നതിന് വിപരീതമായി അവർ പാപത്തിനു വേണ്ടി അവരുടെ വികാരങ്ങളെ ഉണർത്തിവിടുമ്പോൾ, മറ്റു ചിലർ അവർ സന്തോഷിക്കുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ പ്രാർത്ഥന, നമ്മളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം, എങ്ങനെയെങ്കിലും എൻ്റെ സന്തോഷത്തിൽ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തെ ആരാധിക്കണം. പാട്ടുപാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ,
വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളുടെ സന്തോഷം എന്ന വികാരം ഉണർന്ന് ദൈവത്തെ ആരാധിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കും. ദുഃഖം എന്ന വികാരം, ആ വികാരത്തിൽ പലരും ദൈവത്തിന് വിരോധമായി പാപം ചെയ്യും. ഇയ്യോബിന് വിരോധമായി അങ്ങനെ അസാധാരണമായ ഒരു കെണിയും ആയുധവും ഉയർന്നു. എങ്കിലും ഇയ്യോബ് ആ വികാരത്തിൻ്റെ നടുവിൽ എങ്ങും ദൈവനാമത്തെ ദുഷിക്കാതെ താൻ പറയുകയാണ്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കല്ല, ഇതിൻ്റെ അകത്തും ഞാൻ ദൈവത്തെ നിന്ദിക്കുകയോ ദുഷിക്കുകയോ ത്യജിക്കുകയോ ചെയ്യുകയില്ല. ദുഃഖം എന്ന വികാരത്തിലും ഞാൻ ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന് അംഗീകാര്യമായത് മാത്രമേ ചെയ്യുകയുള്ളൂ. ദുഃഖത്തിലും ഇയ്യോബ് ഉൾപ്പെടെ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഓരോരുത്തരും ഏത് ദുഃഖത്തിൻ്റെ അവസ്ഥ വന്നാലും നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. ആമേൻ പറയാൻ സാധിക്കുമോ? കോപം എന്ന വികാരം, കോപം പാപമാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. കാര്യം ബൈബിൾ പറയുന്നു കോപിച്ചിട്ട് പാപം ചെയ്യുവാനിടയാകല്ല. കോപം എന്ന വികാരം പാപം ചെയ്യുവാൻ അധികം സാധ്യതയുള്ളതാണ്. എങ്കിലും മനുഷ്യന്റെ ഏത് വികാരങ്ങളും പാപത്തിലേക്കോ ഇല്ലെങ്കിൽ ദൈവനീതിയിലേക്കോ നടത്തുവാൻ സാധ്യതയുള്ളതാണ്. അത് ബൈ ദ വേ, വികാരം എന്നുള്ളത് മനുഷ്യൻ പാപം ചെയ്തതിനാൽ വന്ന പരിണിത ഫലമല്ല, പകരം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വികാരങ്ങൾ ഉള്ള ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുന്നതെങ്കിൽ ബൈബിൾ വെളിച്ചത്തിൽ പറയട്ടെ, സ്നേഹവും സന്തോഷവും ഒരു പക്ഷേ ഞാൻ വിലപിക്കുന്നു എന്ന് പറയുന്ന വചനഭാഗങ്ങൾ ഉദ്ധരിച്ചും ദൈവകോപത്തെ കുറിക്കുന്ന ദൈവവചനഭാഗങ്ങൾ ഉദ്ധരിച്ചും നമ്മൾ പഠിച്ചാൽ ദൈവത്തിൻ്റെ വികാരങ്ങൾ ഉള്ളത് മനസ്സിലാക്കുവാൻ, അത് മാത്രമല്ല നമ്മൾ ആ തലത്തിൽ നമ്മളുടെ ജീവിതത്തിലുള്ള വികാരങ്ങൾ വരുവാൻ കാര്യം ആദാം പാപം ചെയ്തതുകൊണ്ടല്ല, പകരം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാൽ നമ്മൾ വികാരജീവികളാണ്. അതുകൊണ്ട് വികാരങ്ങൾ മനുഷ്യർക്കെല്ലാം ഉണ്ടാകും. കോപം എന്ന വികാരം ഉണ്ടാകുമ്പോൾ മുഖത്ത് പോലും അത് പ്രദർശിപ്പിക്കാതെ ആർക്കെങ്കിലും അതിനെ അടക്കി അത് നിമിത്തം പാപം ചെയ്യാതെ അത് നിമിത്തം ദൈവനീതി സാധിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ധന്യരായിത്തീരും. ഞാനൊരു സാഹചര്യം ഓർക്കുകയാണ്. ഒരു കുടുംബം എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ആൻഡ് ദേ വർ ആക്ച്വലി സെലിബ്രിറ്റീസ്. അവർ സ്പോർട്സ് സെലിബ്രിറ്റീസ് ആയിരുന്നു, നാഷണൽ സ്പോർട്സ് സെലിബ്രിറ്റീസ് ആയിരുന്നു. അവർ സ്നാനപ്പെട്ടവരാണ്, ഞങ്ങളുടെ സഭയിൽ സ്നാനപ്പെട്ടവരാണ്. അവർ കൗൺസിലിങ്ങിന് വേണ്ടി വന്നപ്പോൾ അവർ വല്ലാത്തൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർക്ക് വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ പോകുകയാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടു, ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. അവർ തമ്മിൽ ഒരുമിച്ച് കണ്ടുമുട്ടിയാൽ ഓ മൈ ഗുഡ്നസ്, അവർ ഭയങ്കര യുദ്ധമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച് അവരെ എവിടെ ഇരുത്തണം, എങ്ങനെ സംസാരിക്കണം, അഥവാ അല്പം വഷളായാൽ എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ അവരെ കൗൺസിലിംഗ് രണ്ടുപേരും ഒരുമിച്ച് വന്നപ്പോൾ അവർ തമ്മിലുള്ള സംസാരം കണ്ടപ്പോൾ ഞാൻ വല്ലാതായിപ്പോയി. കാര്യം ഒരു പ്രശ്നമുള്ളത് പോലും മറ്റൊരാൾ അറിയാൻ വയ്യാതെ അവരുടെ വികാരങ്ങളെ സൂക്ഷിക്കുവാൻ വിശ്വാസികളാണോ ആയിത്തീർന്നില്ല, അതിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷേ വികാരങ്ങളെ സൂക്ഷിക്കുവാൻ അവർക്കറിയാമായിരുന്നു. നമ്മളിൽ പലരും നമ്മളുടെ വികാരങ്ങളെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ കർത്താവ് നമ്മൾക്ക് അധികം കൃപ തരും. അതിനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. എനിവേസ്, വികാരങ്ങൾ പലതുമുണ്ട്. ദൈവത്തിൻ്റെ മനസ്സലിവിനെ കുറിച്ച് അറിയാം. വികാരങ്ങൾ മാറും. ദൈവം സ്നേഹിക്കും. ചിലപ്പോൾ ദൈവ പ്രവൃത്തിക്കനുസരണമായി നമ്മൾ നിന്നില്ലെങ്കിൽ, ദൈവസ്നേഹം ഉണ്ടെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചെന്നിരിക്കും. ദൈവം സന്തോഷിക്കുന്നതും ദൈവം പ്രസാദിക്കുന്നതും ദൈവം ദുഃഖിക്കുന്നതും ഒക്കെ കാണുവാൻ സാധിക്കും. ദൈവത്തിന് വികാരങ്ങളുണ്ട്. മനസ്സലിവ് ദൈവത്തിൻ്റെ വികാരമാണ്. മനസ്സലിവ് ദൈവത്തിൻ്റെ വികാരമാകിയാൽ വികാരങ്ങൾക്ക് മാറ്റങ്ങൾ ഭവിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ കൃപ വികാരമല്ല. മനസ്സലിവ് പോലെ കൃപ വികാരമല്ല. വാക്യങ്ങൾ ഞാൻ ഇന്ന് അവിടെ എടുക്കുന്നില്ല. പക്ഷേ ബൈബിൾ വാക്യങ്ങൾ വായിച്ചാൽ ദൈവം ചിലതിനെ കുറിച്ച് അനുദപിക്കുന്നില്ല. ദൈവം തൻ്റെ വിളിയെക്കുറിച്ചും കൃപകളെക്കുറിച്ചും കൃപാവരങ്ങളെക്കുറിച്ചും ദൈവം അനുദപിക്കുന്നില്ല. കാര്യം കൃപയും കൃപാവരങ്ങളും നൽകുന്നത് മനസ്സലിവുള്ളപ്പോൾ നൽകുന്നതാണെങ്കിലും വികാരങ്ങൾ പോലെ ദൈവത്തിൻ്റെ കൃപ മാറുന്നില്ല. കാര്യം കൃപ ഒരു വികാരമല്ല, ഉയരത്തിൽ നിന്നും പകരപ്പെടുന്ന ഒരാത്മീയ വസ്തുതയാണ്. ഹല്ലേലൂയ. ഇന്ന് ചിലരുടെ മേൽ അസാധാരണ കൃപ പകർന്നിരിക്കും. ഞാൻ കൃപയുടെ ശുശ്രൂഷകനായി ഇവിടെ നിന്ന് മിനിസ്റ്റർ ഓഫ് ഗ്രേസ് ഇവിടെ സംസാരിക്കുമ്പോൾ ഉയരത്തിൽ നിന്നും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ചില വ്യക്തികളുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ മനസ്സലിവിൽ, ദൈവത്തിൻ്റെ മനസ്സലിവിൽ ചില കൃപയുടെ പകർച്ചകൾ ഉണ്ടായിരിക്കും. അസാധാരണ കൃപ ഇതിൻ്റെ അകത്ത് പകരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഗ്രേസ് ഇസ് നോട്ട് ആൻ ഇമോഷൻ. കൃപ എന്നുള്ളത് വികാരമല്ല. കൃപ എന്നുള്ളത് ഉയരത്തിൽ നിന്ന് പകരപ്പെടുന്ന ആത്മീയ വസ്തുതയാണ്. നമ്മളുടെ ഉള്ളിൽ നമ്മൾക്ക്
ഉളവായി വരുന്ന സ്വതവേ ഉളവായി വരുന്ന പലതുമുണ്ട്. ഉദാഹരണത്തിന് വികാരങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരും, നമ്മുടെ വിചാരങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരും, നമ്മുടെ വിയർപ്പ് ശരീരത്തിൽ നിന്നും ഉളവാകും. പക്ഷേ നമുക്ക് സ്വതവേ ഉളവാക്കുവാൻ കഴിയാത്ത ചിലതുണ്ട്. വി ക്യാൻ നെവർ പ്രൊഡ്യൂസ് ഇറ്റ് ourselves. ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വതവേ ആർക്കും ഉളവാക്കുവാൻ സാധിക്കുകയില്ല. ആത്മാവിനെ പിതാവായ ദൈവം പകർന്നേ മതിയാകും. വിശ്വസിക്കുന്നുണ്ടോ? ആത്മാവിനെ എനിക്ക് എൻ്റെ പ്രയത്നത്താൽ ഉളവാക്കുവാൻ സാധിക്കുകയില്ല. പകരം ആത്മാവിനെ പിതാവായ ദൈവം പകർന്നേ മതിയാകും. അതുപോലെ പലതും ഉയരത്തിൽ നിന്നും പകർന്നേ മതിയാകൂ, ഉളവാക്കുവാൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കത്തില്ല. എൻ്റെ അകത്ത് ആത്മശക്തി വരണമെന്ന് എനിക്കുണ്ടെങ്കിൽ ഞാൻ ശബ്ദമുയർത്തി പറഞ്ഞാലോ, തമ്പേർ ഉറക്കിയടിച്ചാലോ, പാട്ട് സ്പീഡിൽ പാടിയാലോ, ഇല്ലെങ്കിൽ ചാടിയാലോ അലറിയാലോ ഒന്നും ആത്മശക്തി ഉളവാക്കുവാൻ സാധിക്കത്തില്ല. മൗനമായി നിന്നാലും ഉറക്ക ശബ്ദമെടുത്താലും ദൈവം ഉയരത്തിൽ നിന്നും ആത്മാവിനെയും ആത്മശക്തിയെയും പകരാതെ എനിക്ക് ആത്മാവിനെയോ ആത്മശക്തിയോ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? താങ്ക് യു. എന്ന് പറഞ്ഞതുപോലെ പലതും ഉയരത്തിൽ നിന്ന് പകരുകയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കതിനെ സ്വതവേ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കില്ല. അതിൽ ചിലതെങ്കിലും ഒരു 4-5 കാര്യങ്ങളെങ്കിലും ഇന്ന് ഞാൻ ചുരുക്കമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത് ഞാൻ പറയട്ടെ, കൃപ ഉയരത്തിൽ നിന്ന് പകരപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, പക്ഷേ കൃപയും സത്യവും, കൃപയെക്കുറിച്ച് പറയട്ടെ, യേശു ക്രിസ്തുവിൽ കൂടെ വന്നു. കൃപ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമ്മൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കൃപ എന്നുള്ളത് വികാരമല്ല, മനസ്സലിവ് പോലെ മാറുവാൻ സാധിക്കുന്ന, മാറ്റം സംഭവിക്കുന്നതല്ല. കൃപ ദൈവം ഉയരത്തിൽ നിന്നും പകരുന്നതാണ്. നമ്മളുടെ ഉള്ളിലേക്ക് വ്യക്തിപരമായി, കോർപ്പറേറ്റായി, കൂട്ടമായി ദൈവം കൃപ പകരുന്നത് ചുരുങ്ങിയ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾക്ക് ചിന്തിക്കുവാൻ സാധിക്കും. സോ കൃപ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ വരികയുള്ളൂ. ബൈബിൾ അടിമുടി പഠിച്ചാൽ എവിടെ നോക്കിയാലും കൃപ എന്നുള്ളത് ഒരിക്കലും മറ്റൊരു സോഴ്സ്, മറ്റൊരു ഉറവയിൽ നിന്നും പ്രാപിക്കുവാൻ, മറ്റൊരു സാധ്യതയിൽ കൂടെ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. കൃപ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ വരികയുള്ളൂ. മോശയിൽ കൂടെ ന്യായപ്രമാണം വന്നു, കൃപ, സത്യം, പ്രത്യേകിച്ച് കൃപ യേശു ക്രിസ്തുവിൽ കൂടെ വന്നു. സോ ഇറ്റ്സ് നോട്ട് എൻ ഇമോഷൻ, വികാരമല്ല, ഇത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വരുന്നു. 2 ചോദ്യം, where does grace come from? കൃപ എവിടെ നിന്ന് വരുന്നു? വായിക്കാം ദയവായി. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചതല്ല, ബട്ട് മേ ബി ഐ റീഡ് ഫോർ യു ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. നമ്മൾക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. Let us then fearlessly and confidently and boldly draw near to the throne of grace. വായിക്കാൻ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ വായിച്ചോളാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. Hebrews chapter number 4 and verse number 16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ആമേൻ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, നമ്മൾ യേശു കർത്താവിൻ്റെ നാമം ഉള്ളതിനാൽ, കർത്താവായ യേശുവിൻ്റെ നാമം ഇല്ലാതെ ആർക്കും, ഇല്ലെങ്കിൽ അധികാരമില്ലാതെ ആ നാമത്തിൽ കൂടെ അല്ലാതെ ആർക്കും ഒരിക്കലും പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ സാധിക്കുകയില്ല. ഞാൻ പലരും പ്രാർത്ഥിച്ചു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പിതാവെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണമേ. ആമേൻ. യേശുവിൻ്റെ നാമമോ യേശുവിനെ കുറിച്ചുള്ള റെഫറൻസ് പോലും ഇല്ലാതെ, ഇത് അവിശ്വാസികളോ ക്രൈസ്തവരായിട്ടുള്ളവരെ കുറിച്ചല്ല പറയുന്നത്, വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന പലരും യേശുവിൻ്റെ നാമത്തിൽ പോലും പ്രാർത്ഥിക്കുവാൻ അറിയാതെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ വിമർശിക്കുവാനൊന്നും ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ യേശു കർത്താവ് പറഞ്ഞത് ഉൾപ്പെടെ നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്തപേക്ഷിച്ചാലും, അവിടെ മുതൽ വിലേഖനങ്ങളിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വലിയ സ്ഥാനമുണ്ട് എന്ന് വീണ്ടും ഓർപ്പിക്കട്ടെ. അങ്ങനെ യേശുവിൻ്റെ നാമത്തിലും 2 കുഞ്ഞാടിൻ്റെ രക്തത്തിലും ആശ്രയിച്ച് കൃപാസനത്തോട് അടുത്തു വരുവാൻ നമ്മൾക്കൊരു പദവിയുണ്ട്. ഇന്ന് രാത്രിയിലും നമ്മൾക്ക് ആ കൃപാസനത്തോട് അടുത്തു വരുവാൻ ദൈവം തന്ന പദവികൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയുടെ സിംഹാസനം, കൃപാസനം. ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഹല്ലേലൂയ മനുഷ്യരുടെ മുൻപിലല്ല. ഇന്ന് ഞാൻ
ഒരു സമൂഹത്തിൻ്റെ മുൻപിലായിരിക്കുന്നെങ്കിലും ഇന്ന് എൻ്റെ മുൻപിൽ നിങ്ങൾ ആയിരിക്കുന്നു എന്ന് വിചാരിച്ചാലും നമ്മൾ മനുഷ്യരുടെ മുൻപിലല്ല നിൽക്കുന്നത്, കൃപാസനത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലും കുഞ്ഞാടിൻ്റെ രക്തത്തിലും ആശ്രയിച്ച് ഇന്ന് നമ്മൾ ആ കൃപാസനത്തിൻ്റെ മുൻപിൽ വരുവാൻ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന പദവികൾക്കായി സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്നവരും ഓൺലൈനിൽ വീക്ഷിക്കുന്നവരും ഒരു കാര്യം മറക്കല്ല്, നമ്മൾ ഒരു സദസ്സിലോ ഇല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു മുറിയിലോ വാഹനത്തിലോ എവിടെ ഇരുന്നാലും ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒരു കാര്യം ഹൃദയത്തിൻ്റെ അകത്ത് നമ്മളുടെ വിചാരങ്ങളെയും ചിന്തകളെയും ഭരിക്കേണ്ടത്, ഞങ്ങൾ മനുഷ്യരുടെ സന്നിധിയിലേക്ക് അധികം ഞങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സിംഹാസനത്തിൻ്റെ മുൻപിലാണ് ഇരിക്കുന്നത്. തത്സമയം ഏത് സമയവും നമ്മൾ കൃപാസനത്തോട് അടുത്ത് വരുവാൻ നമ്മൾക്ക് യേശുവിൻ്റെ നാമവും കുഞ്ഞാടിൻ്റെ രക്തവും ഉള്ളതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ആ രക്തത്തിലും ആ നാമത്തിലും ആശ്രയിച്ച് കൃപാസനത്തോട് അടുത്ത് വന്നെങ്കിൽ പറയുകയാണ്, നമ്പർ 1, മനസ്സലിവ്, കരുണ നമ്മൾക്ക് അവിടെ ലഭിച്ചിരിക്കും. കരുണ ലഭിക്കാത്ത ആർക്കും തന്നെ ഒരിക്കലും 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 ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. ഒരിക്കൽ 2 വ്യക്തികളെ കുറിച്ച് കർത്താവായ യേശു ഒരു ഉപമ പറഞ്ഞു. ഒരിക്കൽ ഒരു പരീക്ഷനോ, ഞാൻ ഇന്നത്തെ ഭാഷയിൽ കുറച്ചും കൂടെ അങ്ങ് നമ്മൾക്ക് മനസ്സിലാകുന്ന അളവിൽ പറയട്ടെ, ഒരു പാസ്റ്റർ, എന്നെ പോലൊരു പാസ്റ്റർ ഇതാ പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുകയാണ്. താൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ മാന്യമായി, ഏറ്റവും ധന്യമായി, വചനാധാരിതമായി ഒരു പ്രാർത്ഥനയാണ് താൻ പ്രാർത്ഥിക്കുന്നത്. താൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ട്രഡീഷൻസ്, എൻ്റെ പാരമ്പര്യങ്ങൾ ഏറ്റവും ധന്യമായുള്ള പാരമ്പര്യങ്ങളാണ്. ഞാൻ ദശാംശം കൊടുക്കുന്നു, ദൈവവചനത്തിനനുസരിതമായി എൻ്റെ ജീവിതം നയിക്കുന്നു. ഭക്തിയിൽ എൻ്റെ ജീവിതം, എൻ്റെ ചെറുപ്രായം മുതൽ ആർക്കും വിരൽ ചൂണ്ടുവാൻ കളങ്കമില്ലാത്ത ഒരു ജീവിതം ഞാൻ നയിക്കുന്നു. ഇന്ന് പരീക്ഷന്മാരെയൊക്കെ നമ്മൾ നിന്ദിച്ചും നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചും അല്ല, വ്യത്യസ്ത രീതികളിൽ പലരും അവതരിപ്പിക്കാറുണ്ട്. ഞാൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. എങ്കിലും ഞാൻ പറയുമ്പോൾ അവരെ മാന്യരായി നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, പരീക്ഷൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ആർക്കും വിരൽ ചൂണ്ടുവാൻ കഴിയാത്തതുപോലെ തൻ്റെ ചെറിയ പ്രായം മുതൽ ഭക്തിയിൽ, ഒരുപക്ഷെ എൻ്റെ ഭാവനയിൽ ഞാൻ നോക്കുകയാണ്, മേ ബി 50-60-year-old person, 50-60 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ തൻ്റെ ചെറുപ്രായം മുതൽ എങ്ങും ലോകത്തിൻ്റെ പിൻപെ ഓടാതെ, എങ്ങും പാപത്തിനു വേണ്ടി തൻ്റെ ജീവിതം പാഴാക്കി കളയാതെ, തൻ്റെ ജീവിതം ഏറ്റവും മാന്യമായി ഭക്തിയിൽ, പ്രമാണത്തിൽ, ദൈവകൽപ്പനകൾ സൂക്ഷിച്ച്, കൽപ്പനകൾ ലംഘിക്കാതെ തൻ്റെ ജീവിതം പരിപാലിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജീവിച്ചു വന്നൊരു മനുഷ്യൻ. താൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്. ബൈ ദ വേ, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പ്രശംസിക്കുവാനുണ്ട്. ഞാൻ ഉപവസിക്കുന്നുണ്ട്, എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യമെങ്കിലും ഉപവസിക്കും. ആത്മീയ തത്വങ്ങൾ അറിയാവുന്നവനാണ്. അനേക കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് താൻ പറയുന്ന പ്രാർത്ഥനകളുടെ പിൻപിൽ ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനത്തെ ഉദ്ധരിച്ചാണ് താൻ പറയുന്നത്. അത് എൻ്റെ കരങ്ങൾ വെടിപ്പുള്ളതാണ്, അതുകൊണ്ട് പല കാര്യങ്ങൾ താൻ അവതരിപ്പിക്കുന്നു. തിയോളജിക്കലി എങ്ങും ആർക്കും ആ പ്രാർത്ഥനയെ ഒരിക്കലും താഴ്ത്തിക്കെട്ടുവാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യം താൻ മറന്നുപോയി. താൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോയി. താൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പ്രവൃത്തികൾ വചനപ്രകാരം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉപവാസം, എൻ്റെ ഭക്തി, എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന തലം എല്ലാം നോക്കിയാൽ ഞാൻ പെർഫെക്റ്റ് ആണ്, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്നുള്ള പ്രാർത്ഥന താൻ പ്രാർത്ഥിക്കുമ്പോൾ മറുവശത്ത് ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ, തല ഉയർത്തുവാൻ കഴിയാതെ മറ്റൊരു മനുഷ്യൻ അവിടെ നെഞ്ചത്തടിച്ച് പക്ഷേ താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എൻ്റെ ചെറുപ്രായം മുതൽ എടുത്താൽ ഞാൻ പാപിയായി ജീവിച്ച ഒരാളാണ്. ആലയത്തിൽ കടക്കുവാൻ ഒരു പക്ഷേ എനിക്ക് അർഹതയില്ല. ഞാനൊരു പാപിയാണ്, ചുങ്കക്കാരനാണ്. എനിക്കറിയാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ എനിക്ക് അർഹതയില്ല. ഈ മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിനു വേണ്ടി മാറ്റിവെച്ചവനാണ്. തൻ്റെ വസ്ത്രധാരണത്തിൽ, തൻ്റെ നടപ്പിൽ, തൻ്റെ പ്രവൃത്തികളിൽ, എല്ലാത്തിലും, തൻ്റെ വാക്കുകളിൽ താൻ തന്നെ തന്നെ സൂക്ഷിച്ചവനാണ്. തനിക്ക് പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യമുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാഗൽഭ്യം പോലുമില്ല. എങ്കിലും ഒറ്റ ചോദ്യം, കർത്താവേ, പാപിയായ എന്നോട് മനസ്സലിയണമേ. ജീവിതത്തിൽ പ്രാഗൽഭ്യമുണ്ട് എന്ന് പ്രശംസിക്കുവാൻ സാധ്യതയുള്ള മനുഷ്യൻ്റെ പ്രാർത്ഥനയെ ദൈവം നിരസിച്ചു കളഞ്ഞപ്പോൾ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിച്ച വ്യക്തിയോട് എൻ്റെ ദൈവത്തിന് മനസ്സലിയുവാനിടയായി തീർന്നു. കർത്താവായ യേശു പറഞ്ഞു, ആ പ്രാർത്ഥനയ്ക്ക് പ്രാഗൽഭ്യമുള്ള, സാധ്യതയുള്ള, ആലയത്തിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനപ്രകാരം പ്രാഗൽഭ്യമുള്ള ആ മനുഷ്യന്റെ പ്രാർത്ഥന ഫലിക്കാതെ പോയപ്പോൾ, പാപിയാണേ മനസ്സലിയണമേ എന്ന് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. ഇന്ന് നമ്മൾ വെള്ളവസ്ത്രം ധരിച്ചവരായിരിക്കും എന്നെ പോലെ. പക്ഷേ ഞാൻ പറയട്ടെ, ഭക്തിയിൽ ജീവിച്ചവരായിരിക്കും, അതിലൊക്കെ സ്ഥാനമുണ്ട്, സ്ഥാനമില്ലെന്നല്ല. നമ്മൾ ദൈവകൽപ്പന ആചരിക്കുന്നവരായിരിക്കും, സ്ഥാനമുണ്ട്. ദൈവത്തെ സേവിക്കുന്നവരായിരിക്കും, അതിനർത്ഥമുണ്ട്. എങ്കിലും അതൊക്കെ ഒരു വശത്തിരിക്കുമ്പോൾ ദൈവത്തിന് പറവാനുണ്ട്, കൃപാസനത്തോടടുത്തു വന്നാൽ ഒന്ന്
കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇന്ന് ദൈവസന്നിധിയിൽ വരുന്നവർ ഞാൻ വലിയ അച്ചായനാണ് എന്നുള്ള ഭാവത്തിലിരുന്നാൽ, ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള ഭാവത്തിൽ ആരെങ്കിലും ഇരുന്നാൽ, കർത്താവ് പറയും നിന്റെ ഉപവാസവും പ്രാർത്ഥനയും നിന്റെ ഭക്തിയും നിന്റെ എല്ലാം നല്ലതാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം മറക്കരുത്, മനസ്സലിവിന് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ കൃപ ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിലും യേശുവിന്റെ നാമത്തിലും കുഞ്ഞാടിന്റെ രക്തത്തിലും ആശ്രയിച്ച് ഇന്ന് ചില കൃപാസനത്തോട് അടുത്ത് വരുമ്പോൾ നമ്മൾ ഒന്നാമത് അറിയേണ്ടത് എനിക്ക് കരുണ ലഭിക്കുവാൻ ഒരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് വരുമ്പോൾ ചിലർ അലറി കരഞ്ഞ് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഏത് പ്രാഗൽഭ്യമുള്ള തലം ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ യോഗ്യതയുണ്ട് എന്ന് മനോഭാവങ്ങളിൽ ചിന്തയുണ്ടെങ്കിലും അടിയറ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ എനിക്ക് ആകപ്പാടെ ആവശ്യമുള്ളത് അങ്ങയുടെ കരുണയാണ്. എത്ര പേർ ആമേൻ പറയും? വാക്കും ഭാഷണം കൂടാതെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലർ അകത്തുനിന്നുയരുന്ന പ്രാർത്ഥന എന്ന് രാത്രിയിൽ ദൈവസന്നിധി എഴുത്തുന്നത് ഞാൻ ആത്മാവിൽ വിവേചിച്ചറിയുകയാണ്. ചിലർ പ്രാർത്ഥിക്കുകയാണ്, അതേ കർത്താവേ കൽപ്പനകൾ അനുസരിക്കുവാൻ, ദൈവ വഴിയിൽ നടക്കുവാൻ, ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ ഒക്കെ തന്നിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രമെങ്കിലും എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നിലും ഞാൻ ആശ്രയിക്കുന്നില്ല, ദൈവത്തിൻ്റെ കരുണയിൽ മാത്രം ആശ്രയിക്കുന്നു. ആ കരുണയിൽ ആശ്രയിച്ച് ഇന്നാരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് പറവാനുള്ളത്, പിതാവിന് പറവാനുള്ളത് കൃപാസനം, throne of grace, കൃപയുടെ സിംഹാസനത്തിൽ നിന്നും അതിൻ്റെ മുൻപിൽ വന്ന ചിലർക്ക് ഇന്ന് രാത്രിയിലും കൃപയുടെ പകർച്ച, അസാധാരണമായ കൃപയുടെ പകർച്ച ദൈവം പകരുവാൻ ആഗ്രഹിക്കുകയാണ്. Where does it come from? എവിടെ നിന്നാണ് കൃപ വരുന്നത്? കൃപ യേശു ക്രിസ്തുവിൽ കൂടെ വരുന്നു, എങ്കിലും കൃപ കൃപാസനത്തിൽ നിന്നും പിതാവിൻ്റെ അരികിൽ നിന്നും വരുന്നു. മനസ്സലിവിനായി പ്രാർത്ഥിക്കുന്നവർ, ഐ തിങ്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സലിവിനായി ചോദിക്കണം. എവറി സിംഗിൾ ഡേ നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയ്ക്കായി ചോദിക്കണം. ഓരോ ദിവസവും നമ്മൾ ആത്മാവിനായി ചോദിക്കണം. കാര്യം ഇതൊക്കെ നമ്മൾക്ക് സ്വതവേ ഉളവാക്കുവാൻ സാധിക്കില്ല. ഞാൻ ആ ഒരു തലത്തിൽ ചുരുങ്ങിയ ചില നിമിഷങ്ങൾ നിന്നിട്ട് മടങ്ങി വരാം. പിന്നെ കർത്താവായ യേശു ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വായിക്കേണ്ട പറഞ്ഞു വരുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ആരുടെയെങ്കിലും മക്കൾ നിങ്ങളോട് ഒരപ്പം ചോദിച്ചാൽ അപ്പത്തിന് പകരം കല്ല് കൊടുക്കുമോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തെളിനെ കൊടുക്കുമോ? മത്തായി സുവിശേഷത്തിലും അതേ ആശയം പറയുന്നുണ്ട്, പക്ഷേ അപ്പത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അത് കഴിയുമ്പോൾ കർത്താവ് പറയുകയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് പരിശുദ്ധാത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് എത്രയോ അധികം. പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ എടുത്ത് വായിച്ചാൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുവാൻ ഒരു സ്ഥലത്ത് ചെന്നു. യേശു കർത്താവ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയുടെ ആക്ടിവിറ്റി, നിരന്തരം ഉയരുന്ന പ്രാർത്ഥനയുടെ മനോഭാവം എന്ന തലമുണ്ട്, അതിനെക്കുറിച്ചല്ല. എങ്കിലും കർത്താവായ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആ ആക്ടിവിറ്റി, എനിക്കറിയത്തില്ല 1 മണിക്കൂറോ 1/2 മണിക്കൂറോ 10 മിനിറ്റോ, എനിക്കറിയത്തില്ല എത്ര സമയം എടുത്തെങ്കിലും പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവ് മടങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു, കർത്താവെ ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. ആ പ്രാർത്ഥനയെ ദ ഡിസൈപ്പിൾസ് പ്രേയർ, ശിഷ്യന്മാരുടെ പ്രാർത്ഥന എന്നാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത്. ശിഷ്യന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. കർത്താവായ യേശു മടങ്ങി വരുന്നത് ക്രിസ്ത്യാനിയെ ചേർക്കുവാനല്ല. ലിസൺ ടു മീ, ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവായ യേശു മടങ്ങി വരുന്നത് യേശുവിനെ സ്നേഹിക്കുന്നവരായി മാത്രമുള്ളവരെ തിരഞ്ഞെടുക്കുവാനല്ല, മടക്കിക്കൊണ്ടു പോകുവാനല്ല. കർത്താവായ യേശു മടങ്ങി വരുന്നതെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ഗോഡ്. അത് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പേരുള്ള സാരമില്ല, കൈപോക്കാത്തവർ അവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അകത്തെ ആത്മമനുഷ്യൻ്റെ കരം ഉയർത്തിയെങ്കിലും പുറം മനുഷ്യൻ്റെ കരം ഉയർത്തിയില്ലെന്നുള്ളത് ദാറ്റ്സ് ഓക്കെ. ഓൾറൈറ്റ്. സോ നമ്മൾ യേശു കർത്താവ് മടങ്ങി വരും എന്ന് വചനം പറയുന്നത്, ബൈബിൾ പഠിപ്പിക്കുന്നത് വിശ്വസിക്കുന്നവർ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, കർത്താവായ യേശു മടങ്ങി വരുന്നത് യേശുവിനെ സ്നേഹിക്കുന്നവരെ കൊണ്ടുപോകുവാൻ, ചേർത്തുകൊള്ളുവാനല്ല, അവരെ മാത്രം ചേർത്തുകൊള്ളുവാനല്ല. ചിലരുണ്ട് കർത്താവിനെ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കും. ആ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓ മൈ ഗുഡ്നസ് എന്തൊരു സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. മറ്റു ചിലർ അതിനേക്കാളും അധികം സ്നേഹിക്കും. മോർ ദാൻ സിൽവർ, മോർ ദാൻ ഗോൾഡ്, വെള്ളി, പൊന്ന്, പണം, ലോകം, ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾ, എല്ലാത്തിനേക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കും, കർത്താവിനെ സ്നേഹിക്കും. കർത്താവിനെ സ്നേഹിക്കുന്നവരെ മാത്രം കൊണ്ടുപോകുവാനല്ല കർത്താവ് വന്നിരിക്കുന്നത്. ചിലർ അതിനേക്കാളും അധികം കർത്താവിനെ പിൻപറ്റുന്നവരാണ്. ദേ ആർ നോട്ട് ജസ്റ്റ് ലവേഴ്സ്, ദേ ആർ ഫോളോവേഴ്സ്. അവർ യേശുവിനെ പിൻപറ്റുന്നവരാണ്. അവർ ഒരുപക്ഷേ
ഭയങ്കര സ്നേഹത്തോടെ കർത്താവിനെ പിൻപറ്റും. ചിലർ അതിനേക്കാളും വില മുടക്കിയവരാ. സകലതും വിട്ടിട്ട് യേശുവിനെ പിൻപറ്റിയവരുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ സ്ഥാനമാനങ്ങൾ, സാധ്യതകൾ സകലതും വിട്ട് യേശുവിനെ പിൻപറ്റുന്നവരുണ്ട്. ബട്ട് ദ ബാഡ് ന്യൂസ് ഈസ്, പിൻപറ്റുന്നവരെ കൊണ്ടുപോകുവാൻ, ചേർത്തുകൊള്ളുവാൻ അല്ല കർത്താവ് വരുന്നത്. പകരം യേശു കർത്താവ് വരുന്നത് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരായ സഭയെ ചേർത്തുകൊള്ളുവാനാണ്. സഭ എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ കൂട്ടമല്ല. പല ക്രിസ്തീയ കുടുംബത്തിലും പെട്ടവർ ക്രിസ്തീയ പേരുള്ളതും കൊണ്ട് അവർ യേശുവിനെ സേവിക്കുന്നു എന്നുള്ള ഭാവേന, അവർ യേശുവിനെ സ്നേഹിക്കുന്നു എന്നുള്ള ഭാവേന, യേശുവിനെ അനുഗമിക്കുന്നു എന്നുള്ള ഭാവേന, പല കാര്യങ്ങൾ തീഷ്ണതയിൽ ചെയ്യുന്നു എന്നുള്ള ഭാവേന അവരുടെ വിചാരം സഭയുടെ ഭാഗമാണെന്നാണ്. എങ്കിലും can I tell you, IPC തിരുവല്ല സെന്റർ ഈ ചർച്ചിൽ നിന്നുകൊണ്ട്, ബഥേലിൽ നിന്ന് ഞാൻ പറയുന്നത് പോലെ പറയട്ടെ, ക്രിസ്തീയ പേരുള്ളതും കൊണ്ടോ, യേശുവിനെ സ്നേഹിക്കുന്നതും കൊണ്ടോ, യേശുവിനെ അനുഗമിക്കുന്നതും കൊണ്ടോ നമ്മൾ സഭയുടെ ഭാഗമാകുന്നില്ല. പക്ഷേ സഭയുടെ ഭാഗമാകണമെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ പദവി ലഭിച്ച നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരായെങ്കിൽ മാത്രമേ സഭയുടെ ഭാഗമാകുകയുള്ളൂ. എല്ലാവർക്കും അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം ആമേൻ്റെ ആക്കം കുറച്ച് കുറഞ്ഞു. ആവർത്തിച്ച് പറയാം, യേശുവിൻ്റെ ശിഷ്യന്മാരാണ് യേശുവിൻ്റെ സഭ. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയും. ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിച്ച് നിങ്ങൾ സകല ജാതികളെയും ക്രിസ്ത്യാനിയാക്കാൻ അല്ല പറഞ്ഞത്. സകല ജാതിയെയും യേശുവിനെ സ്നേഹിക്കുന്നവരാക്കുവാനല്ല പറഞ്ഞത്. അതൊക്കെ ആവശ്യമാണ്. യേശുവിനെ അനുഗമിക്കുന്നവരാക്കുവാനല്ല പറഞ്ഞത്. പകരം യേശുവിൻ്റെ ശിഷ്യന്മാരാക്കുവാനാണ് പറഞ്ഞത്. ഇന്ന് രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഈ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് അല്ല, ദീർഘദിവസങ്ങളിലെ ഫാസ്റ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ, ബഥേലിലും ദീർഘദിവസങ്ങളിലെ ഫാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ വിടുതലുകളുണ്ട്, രോഗസൗഖ്യങ്ങളുണ്ട്, പ്രാർത്ഥനയുടെ മറുപടിയുണ്ട്, വചന ശുശ്രൂഷയുടെ ആഴങ്ങളിൽ രൂപാന്തരങ്ങൾ സംഭവിക്കും. എങ്കിൽ നമ്മുടെ പ്രാർത്ഥന, കർത്താവേ യേശുവിൻ്റെ ശിഷ്യനാക്കി എന്നെ ഒന്ന് മാറ്റണമേ എന്നായിരിക്കട്ടെ. സോ ശിഷ്യന്മാരുടെ പ്രാർത്ഥന എന്താണ്? ശിഷ്യന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യമാണ് ഞാൻ ഉദ്ധരിച്ച് പറഞ്ഞതെങ്കിലും അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. യേശു കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ശിഷ്യത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. പറയുകയാണ്, ഗിവ് us this day our daily bread. ഇന്നത്തേക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണം. എന്താണ് കർത്താവായ യേശു അവിടെ ആശയം, പ്രാർത്ഥനയുടെ ആഴങ്ങൾ മനസ്സിലാക്കുന്നത്? നമ്മളുടെ ഭവനത്തിൽ അടുത്തൊരാഴ്ചത്തേക്കോ അടുത്തൊരു മാസത്തേക്കോ ആവശ്യമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിലും ഡീപ്പ് ഫ്രീസറിൻ്റെ അകത്തും, അതുപോലെ ആവശ്യത്തിന് ചാക്ക് കണക്കിന് അരിയും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും, അടുത്തൊരു മാസത്തേക്കോ ആഴ്ചത്തേക്കോ ആവശ്യമുള്ളതുണ്ടെങ്കിലും, യേശുവിൻ്റെ ശിഷ്യൻ്റെ പ്രത്യേകത അന്നന്നത്തേക്ക് ആവശ്യമുള്ള ആഹാരത്തിന് ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. എത്ര പ്രൊവിഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. എൻ്റെ ചോദ്യം, നമ്മൾ ശിഷ്യന്മാരാണോ? Give us this day our daily bread. ഇന്നത്തേക്ക് ആവശ്യമുള്ള അപ്പം, ഭൗതിക ആഹാരം ഉൾപ്പെടെ നമ്മൾക്ക് ആവശ്യമുള്ള സകല പ്രൊവിഷൻസും ദൈവത്തിങ്കൽ നിന്ന് ആശ്രയിച്ചാണോ നമ്മൾ സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ ആരെയും വിരൽ ചൂണ്ടുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും അവരെ തന്നെ ശോധന ചെയ്യണം. ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ള ആഹാരവും പ്രൊവിഷനും ദൈവത്തിൽ ആശ്രയിക്കാത്തവരുണ്ടെങ്കിൽ ശിഷ്യരാകുവാൻ ഇന്ന് നമ്മുടെ മനസ്സ് ഒന്ന് മാറണം. ആർക്കും എന്നോട് പ്രയാസമില്ലേ? താങ്ക് യു. ശിഷ്യനല്ലാത്തവന്റെ പ്രത്യേകത, ഇങ്ങേ സൈഡിൽ ശിഷ്യനല്ലാത്തവനെയും ഇങ്ങേ വശത്ത് ശിഷ്യനായവനെയും ഒന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക. ആഹാരം ഇല്ലെങ്കിൽ താൻ പറയും, ആഹാരമില്ല, എങ്ങനെങ്കിലും ഇന്നത്തെ ആഹാരം ഉണ്ടാക്കണം. ആരെ ഫോൺ വിളിച്ചാൽ 4 രൂപ കടം കിട്ടും, എങ്ങനെ ഇന്നെനിക്ക് ഇന്നത്തേക്ക് ആവശ്യമുള്ള ആഹാരം ലഭിക്കും? അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കത്തില്ല. ആഹാരം ധാരാളമുണ്ടെങ്കിൽ അവൻ പറയും, ഇതെൻ്റെ അധ്വാന ഫലവും എൻ്റെ കഴിവും എൻ്റെ പ്രാപ്തിയാണ്. അതുകൊണ്ട് ആ മനോഭാവം, വാക്കുകൾ, ഭാഷണങ്ങളില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം മനോഭാവവും ചിന്താഗതിയും അതായിരിക്കും. മറുവശം ശിഷ്യന്റെ വിചാരവും അവൻ്റെ മനോഭാവവും, എത്ര ആഹാരമുണ്ടെങ്കിലും കർത്താവേ തന്നതിനായി സ്തോത്രം, ഞാൻ ഇന്നത്തേക്ക് ആവശ്യമുള്ളത് എൻ്റെ കരങ്ങളിൽ ഉണ്ടെങ്കിലും ദൈവം അനുവദിച്ചാലേ എനിക്കത് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തേക്ക് ആവശ്യമുള്ള ആഹാരം അത് ആസ്വദിക്കുവാൻ, അത് അനുഭവിക്കുവാൻ, ദൈവം തരുന്നത് സ്തോത്രത്തോടെ സ്വീകരിക്കുവാൻ എൻ്റെ മനോഭാവങ്ങളിൽ എൻ്റെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കും.
ആഹാരം ഇല്ലെങ്കിലും താൻ പ്രാർത്ഥിക്കും. കർത്താവ് ഇതെന്താണ് സംഭവിച്ചത് എന്ന് ചോദ്യം ചെയ്യുവാനല്ല, പകരം ഇന്നത്തേക്ക് ആവശ്യമുള്ള ആഹാരം തരുവാൻ ശക്തനായ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. എനിക്ക് ഇന്നത്തേക്ക് ആഹാരം ഉണ്ടെങ്കിലും ഇന്നത്തേക്ക് ആഹാരം ഇല്ലെങ്കിലും ശിഷ്യന്റെ മനോഭാവം ദൈവത്തിൽ ആശ്രയിക്കും. ഇന്നത്തേക്ക് ആവശ്യമുള്ള ആഹാരത്തിനു വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കും. ശിഷ്യരല്ലാത്തവരുടെ മനോഭാവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുകയില്ല. കർത്താവിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരായി മാറണം. ആമേൻ പറയും. യേശു കർത്താവ് പ്രാർത്ഥനയുടെ അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ പറയുകയാണ്, lead us not into temptation, പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്. ശിഷ്യനല്ലാത്തവന്റെ മനോഭാവം, എൻ്റെ തീരുമാനം, എൻ്റെ തെരഞ്ഞെടുപ്പ്, എൻ്റെ വിൽ പവർ, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ പാപം ചെയ്യുകയില്ല. പിന്നെ അക്കൗണ്ടബിലിറ്റി സിസ്റ്റം, എൻ്റെ സഭയ്ക്കകത്ത് നല്ലൊരു ടൈറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അല്പം വാക്കിൽ പിഴച്ചാൽ, അല്പം പ്രവൃത്തിയിൽ പോയാൽ എൻ്റെ സിസ്റ്റം എന്നെ സംരക്ഷിക്കുവാൻ ഉണ്ട്. പാസ്റ്റേഴ്സായിട്ടുള്ള ഞങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കുവാൻ മാനുഷികമായി ഞങ്ങൾ വെച്ചിരിക്കുന്ന സിസ്റ്റംസ് ഉണ്ട്. അക്കൗണ്ടബിലിറ്റി സിസ്റ്റംസ്, മറ്റുള്ളവർക്ക് വിധേയപ്പെട്ട് അധീനരായിരിക്കുവാനുള്ള സിസ്റ്റംസ്, സേഫ്റ്റി നെറ്റ് അവരവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്, അതൊക്കെ ആവശ്യമാണ്. എങ്കിലും ശിഷ്യത്വം ഇല്ലാത്തവൻ്റെ ചിന്താഗതി, അത് ക്രിസ്ത്യാനിയായാലും അല്ലെങ്കിലും പെന്തിക്കോസുകാരനായെങ്കിലും അല്ലെങ്കിലും അവൻ്റെ വിചാരം, എൻ്റെ തെരഞ്ഞെടുപ്പ്, എൻ്റെ തീരുമാനം, എൻ്റെ പ്രവൃത്തികളാൽ ഞാൻ വിശുദ്ധി സൂക്ഷിക്കും. പക്ഷേ ഒരു ശിഷ്യൻ്റെ പ്രത്യേകത, കർത്താവേ അതൊക്കെ ഒരു വശത്തുള്ളപ്പോൾ എൻ്റെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കും എന്ന് പാപത്തിൽ, പണപരമായ ബന്ധങ്ങളിൽ, വാക്കുകളിൽ എങ്ങും എൻ്റെ ജീവിതത്തിൽ ഒരു പിഴവാക്ക് വരാതെ, ഒരു പ്രശ്നം വരാതെ, ഇന്ന് എന്നെ പരീക്ഷയിൽ അകപ്പെടുത്താതെ ഇന്ന് എന്നെ സൂക്ഷിക്കണമേ എന്ന് 24 മണിക്കൂർ ആ ഒരു ദിവസത്തേക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിത്വത്തോട് പറയട്ടെ, നീ ഒരു ശിഷ്യന്റെ മനോഭാവമുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. അടുത്തത് പറയുകയാണ്, deliver us from the evil one, ദുഷ്ടനായവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണം. ശിഷ്യനല്ലാത്തവന്റെ മനോഭാവം പലതരത്തിലുണ്ട്. ഞാൻ അതിൽ ചിലത് മാത്രമേ പറയുന്നുള്ളൂ. വിടുതൽ, അതൊക്കെ പെന്തിക്കോസുകാരന്റെ ലാംഗ്വേജാണ്. നമുക്ക് ബന്ധനമില്ലല്ലോ, പിന്നെന്താണ് വിടുതൽ? ഞങ്ങളെ ദുഷ്ടനായവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ യേശു കർത്താവിന്റെ പ്രാർത്ഥനയിൽ ആ മനോഭാവത്തെയും ആ ജീവിത ശൈലിയെയും ഊന്നി കർത്താവ് പറയുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ബന്ധനമില്ല, വിടുതലുമില്ല. അതെല്ലാം നമുക്ക് ഓൾറെഡി ഉണ്ട്. പകരം നമ്മൾക്ക് ആവശ്യമുള്ളത് അങ്ങ് മുറുകിക്കഴിഞ്ഞാൽ, മന്ത്രവാദം, ആഭിചാരം മുറുകിക്കഴിഞ്ഞാൽ ഒരു 3 ദിവസം ഉപവാസം വെച്ച് ഒന്ന് ഭത്സിച്ചാൽ മതി, ഇത് വിട്ടുപോകും. അല്ല, ആ രോഗബന്ധനം അധികമായി കഴിഞ്ഞാൽ ബന്ധനം എന്ന് പറയല്ല, അത് ഡോക്ടറുടെ അടുത്ത് പോയാൽ ശരിയാകാനുള്ളതേ ഉള്ളൂ. ബന്ധനമൊന്നുമല്ലത്, പകരം അത് ഒരു രോഗം വന്നതേ ഉള്ളൂ. പല രീതിയിൽ നമ്മളതിനെ കളർ തേച്ച് ചായമടിച്ച് മാറ്റുമ്പോൾ കർത്താവിന് പറവാനുള്ളത് മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും അന്യായ ശക്തികളുടെ തേർവാഴ്ചകൾ, ദേശശക്തികൾ, അനേക ദുഷ്ട വ്യാപാരങ്ങൾ, എന്തിന് മനുഷ്യരിൽ നിന്നും ഉയരുന്ന ദുർവിചാരങ്ങൾ, തന്ത്രങ്ങൾ പലതും മനുഷ്യർക്ക് വിരോധമായി, ഈവൻ മോക്കിംഗ് വേർഡ്സ്, മനുഷ്യരെ പുച്ഛിക്കുന്ന വാക്കുകളുടെ ബന്ധനങ്ങൾ മുതൽ വ്യത്യസ്ത ബന്ധനങ്ങൾ, തന്ത്രങ്ങളാൽ മെനയുന്ന ഒരു വല്ലാത്ത ലോകത്തിന് നടുവിൽ യേശു കർത്താവ് പഠിപ്പിക്കുകയാണ്, അവനവൻ്റെ കഴിവിലും അവനവൻ്റെ ബലത്തിലും ആശ്രയിക്കാതെ ഓരോ ദിവസവും ഉയർന്നു വരുന്ന ദുഷ്ടതയിൽ നിന്നും കർത്താവ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും വിടുവിക്കണം. മയക്കുമരുന്നായിരിക്കും, കെട്ടായിട്ടുള്ള കൂട്ടുകെട്ടുകളായിരിക്കും, എനിക്കറിയത്തില്ല. കർത്താവ് ഒറ്റ ദിവസവും ഞാൻ എൻ്റെ സ്വയത്തിൽ, എൻ്റെ തെരഞ്ഞെടുപ്പിൽ, എൻ്റെ തീരുമാനത്തിൽ, എൻ്റെ കഴിവിൽ, എൻ്റെ ഒന്നിലും പ്രശംസിക്കാതെ ഓരോ ദിവസവും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ച് ദുഷ്ടനായവൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കണമേ എന്ന് വിടുതലിൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. യേശു കർത്താവിൻ്റെ പ്രാർത്ഥന ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ആഴമേറിയ മനോഭാവങ്ങളുടെ അടിസ്ഥാനങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ മറുവശം സംഭവിക്കുന്നത് 11-ാം വാക്യമാകുമ്പോഴത്തേക്ക് കർത്താവ് പറയുകയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് എത്രയോ അധികം. Now the question, യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശിഷ്യന്മാരോട് ശിഷ്യത്വത്തിന്റെ മനോഭാവത്തെക്കുറിച്ച് പഠിപ്പിച്ചു വരുമ്പോൾ, why did he use the allegory of bread? അപ്പത്തെക്കുറിച്ച് എന്തിനാണ് കർത്താവ് പറഞ്ഞു വരുന്നത്? നമ്മളായിരുന്നെങ്കിലും പക്ഷേ പറഞ്ഞേനെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന് ബർത്ത്ഡേ ആണ്, എനിക്കൊരു നല്ല ഉടുപ്പ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കീറി പറഞ്ഞ 2ാം തരത്തിലുള്ള ഒരു ഉടുപ്പ് കൊടുക്കുമോ? ഇല്ല. നിങ്ങൾ നല്ല ഉടുപ്പ് കൊടുക്കുവാൻ, നിങ്ങളുടെ മക്കൾക്ക് നല്ല ഉടുപ്പുകൾ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് എത്രയോ അധികം. കർത്താവ് അങ്ങനെ ഉദാഹരണം പറഞ്ഞില്ല. ഒരു പക്ഷേ നമ്മൾ ചോദിച്ചേനെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നൊരു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയ സെക്കൻഡ് ഹാൻഡ് കളിപ്പാട്ടം നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമോ? ഇല്ല. നിങ്ങൾ പുതിയ കളിപ്പാട്ടമേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയുള്ളൂ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങൾ
കർത്താവ് ഉദാഹരണം പറഞ്ഞില്ല. കർത്താവ് ഉപമയായി ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുവാൻ വരുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ മക്കൾക്ക് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കാതെ അപ്പം കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് എത്രയോ അധികം. എന്തിനാണ് വസ്ത്രത്തെയോ കളിപ്പാട്ടത്തെയോ ഉദാഹരണമായി എടുക്കാതെ അപ്പത്തെക്കുറിച്ച് കർത്താവ് പറയുവാൻ കാര്യം വാക്കും ഭാഷണവും കൂടാതെ കർത്താവ് പറയുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് അപ്പം ആവശ്യമായതുപോലെ ഓരോ ദിവസവും ആത്മാവിൻ്റെ പകർച്ച ഓരോ ദൈവപൈതലിന് ആവശ്യമാണ്. അന്നന്നത്തേക്ക് ആവശ്യമുള്ള അപ്പം ചോദിക്കുന്നത് പോലെ അന്നന്നത്തേക്ക് ആവശ്യമുള്ള ആത്മാവിനെ ചോദിച്ച് വാങ്ങിച്ച് ശിഷ്യത്വത്തിന്റെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സഭയുടെ അംഗമായി തുടരുവാൻ സാധിക്കുകയുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അന്യഭാഷ പ്രാപിച്ചതാണ്. അത് മതി എന്നുള്ള മനോഭാവത്തോടിരിക്കാതെ ഓരോ ദിവസവും ആവശ്യമുള്ള ആത്മാവിന്റെ പുതിയ പകർച്ചകൾക്കായി പ്രാർത്ഥനയോടിരിക്കുന്ന ദൈവപൈതലെ ഓരോ ദിവസവും ആത്മാവിന് വേണ്ടി ചോദിച്ചു വാങ്ങിക്കുന്നവരുണ്ടോ, നമ്മളുടെ ജീവിതം ധന്യമായിരിക്കും. ഒരു മാതാവും ഒരു പിതാവും തൻ്റെ കുഞ്ഞ് ഒരു അപ്പം ചോദിച്ചാൽ ഇന്നലെ തന്നതല്ലയോ എന്ന് പറയത്തില്ല. ഉച്ചയ്ക്ക് അപ്പം ചോദിച്ചാൽ രാവിലെ തന്നപ്പോൾ എന്തോ ഇത്രയും പെട്ടെന്ന് വിശക്കുന്നു എന്ന് ഒരു അപ്പനും അമ്മയും ചോദിക്കത്തില്ല. ഞങ്ങൾ പാസ്റ്റേഴ്സ്, ഞങ്ങൾ എടുക്കല അനേകം മാതാപിതാക്കൾ വരും. അവർ വന്ന് പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, പാസ്റ്ററെ എൻ്റെ കുഞ്ഞുങ്ങൾ അപ്പം കഴിക്കുന്നില്ല, എനിക്ക് ആഹാരം കഴിക്കുന്നില്ല, അവരുടെ ആപ്പിറ്റൈറ്റ് നോർമലാകാൻ പ്രാർത്ഥിക്കണം. ഇതുവരെ ഒറ്റ കുഞ്ഞും അവരുടെ ഒറ്റ മാതാപിതാവും എൻ്റെ അടുക്കൽ വന്ന്, പാസ്റ്ററെ എൻ്റെ കുഞ്ഞുങ്ങൾ ആഹാരം കൂടുതലാണ് കഴിക്കുന്നത്, കുറച്ച് കഴിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ടുണ്ടോ പാസ്റ്ററെ? ഇല്ല. ചാൻസ് കുറവാണ്, തീരം കുറവാണ്. കാര്യം നമ്മളാരും നമ്മളുടെ കുഞ്ഞുങ്ങൾ ആഹാരമില്ലാത്തവരായിരിക്കണം എന്നല്ല, എല്ലാവരും ആഹാരം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ. ശരിയാണെന്ന് ഞാൻ പറയുന്നത്? അങ്ങനെ ആണെങ്കിൽ നമ്മളുടെ ദൈവത്തിനൊരു കാര്യം അറിയാം, ഓരോ ദിവസവും ആത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ, അപ്പമില്ലെങ്കിൽ ഒന്ന് ആരോഗ്യം കുറയും. എന്നിട്ടും അപ്പം കഴിച്ചില്ലെങ്കിൽ ജീവനെ വരെ ബാധിക്കുവാൻ. കാര്യം നമ്മുടെ ശരീരം അപ്പത്തെ ആശ്രയിച്ച ജീവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ വാക്കും ഭാഷണവും കൂടാതെ ദൈവം കർത്താവായ യേശു പറയുകയാണ്, ഓരോ ദിവസവും അല്ല, ഒരു ദിവസം പല പ്രാവശ്യം ആത്മാവിൻ്റെ പകർച്ചയില്ലാതെ ആരെങ്കിലും പോയാൽ ആത്മീയമായി ബലഹീനമായി ശോഷിച്ച് ആത്മാവിൽ നമ്മൾ ആത്മാവിൽ നമ്മൾ ബലഹീനരായി മരിച്ച് പിന്നെ നമ്മുടെ ജഡം അങ്ങനെ നിൽക്കും. ആത്മാവ് ഓരോ ദിവസവും വചനമെന്ന ആഹാരം, മന്ന, ആത്മാവെന്ന അപ്പം നമ്മൾ ഓരോ ദിവസവും ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചാൽ ആത്മമനുഷ്യൻ ശക്തമായി പുറത്തു വന്നിരിക്കും. പക്ഷേ എവിടെയെങ്കിലും ആത്മാവില്ലാതെ നമ്മൾ പോയാൽ നമ്മളുടെ ആത്മീയ ആരോഗ്യം ക്ഷയിക്കും, ആത്മാവിൽ ശോഷിക്കും, ആത്മീയമായി ബലഹീനമാകും. പിന്നെ ദീർഘനാളുകൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആത്മീയമായി നമ്മൾ മരിക്കും. പിന്നെ നമ്മളുടെ ജഡമനുഷ്യൻ അങ്ങോട്ട് നിൽക്കുവാൻ ആരംഭിക്കും. ഇന്ന് ആരെങ്കിലും കർത്താവേ എനിക്ക് ജഡത്തിൽ ജീവിക്കുവാൻ ആഗ്രഹമില്ല, എനിക്ക് ആത്മാവിൽ എൻ്റെ ആത്മമനുഷ്യനിൽ ജയാളിയായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ആത്മാവിൽ ശക്തരാകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, എല്ലാ ദിവസവും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവിൻ്റെ പല തലങ്ങളുണ്ട്. ഇന്ന് അങ്ങോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എടുത്താൽ ഒരുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെയും പരിശുദ്ധാത്മാവിൻ്റെ അളക്കുവാൻ കഴിയുന്ന തലത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനങ്ങൾ കാണുമ്പോൾ മറുവശത്ത് പരിശുദ്ധാത്മാവിനെ വ്യക്തിത്വമായി പരിചയപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ ആത്മാവിൽ സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള ആഴമേറിയ പഠിപ്പിലുള്ളതുപോലെ ആത്മാവിൻ്റെ നമ്മളുടെ പ്രാണനിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ശരീരത്തിൽ മൺപാത്രങ്ങളിൽ വ്യാപരിക്കുന്ന തലങ്ങളെക്കുറിച്ചും ബൈബിളിൽ അസാധാരണമായ ആഴത്തിലുള്ള പഠിപ്പീരുകൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ അറിവുകളുടെ പരിമിതികൾക്കപ്പുറം ആത്മതലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആഴങ്ങളുണ്ട് എന്നൊരു വാക്കിൽ മാത്രം ഒഴിച്ച് മാറ്റി അങ്ങ് പറഞ്ഞു പോകും. കാര്യം നമ്മളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവുണ്ട്, നോ ഡൗട്ട്. ഞാൻ ഒരു ഉപമയും കൂടെ പറഞ്ഞ ആശയം ഒന്ന് വ്യക്തമാക്കിയിട്ട് ഞാൻ മടങ്ങി കൃപ എന്ന വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരു മണവാളനെ എതിരേൽക്കുവാൻ 10 കന്യകമാർ ഒരുമിച്ച് പോയി. ഈ 10 കന്യകമാരുടെ കയ്യിൽ 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നു, വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. എങ്കിലും 5 പേരുടെ പാത്രത്തിൽ എണ്ണയുണ്ടായിരുന്നു. ബുദ്ധിയില്ലാത്ത 5 കന്യകമാരുടെ പാത്രങ്ങളിൽ എണ്ണയില്ലായിരുന്നു. ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? സദൃശവാക്യങ്ങളിൽ പറയുന്നു, മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ വിളക്കാണ്. നമ്മൾ യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കുന്ന നിമിഷം നമ്മളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു കഴിഞ്ഞു. ഹല്ലേലൂയ.
നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു കഴിഞ്ഞു. 10 പേരുടെ കയ്യിലും വിളക്കിൽ എണ്ണയുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പറയുകയാണ് 5 പേരുടെ വിളക്കിൽ മാത്രമേ എണ്ണയുള്ളായിരുന്നു. അവരുടെ ആത്മാവിൽ മാത്രമേ ആത്മാവുള്ളായിരുന്നു. പക്ഷേ അവരുടെ മൺപാത്രങ്ങളിൽ എണ്ണയില്ലാതായിപ്പോയി എന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ മൺപാത്രം എന്ന ഈ ശരീരം, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായ ഈ ശരീരം പരിശുദ്ധാത്മാവിനാൽ നിറയണം. ആത്മാവിൽ നമ്മളുടെ മനുഷ്യന്റെ ആത്മാവിൽ, ദ സ്പിരിറ്റ് ഓഫ് മാൻ, മനുഷ്യന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ച ഓരോ വ്യക്തികളുടെയും ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നിട്ടുണ്ട്. നമ്മുടെ അകത്ത് ആത്മാവുണ്ട്, ഐ ഡോണ്ട് ഡിനൈ ദാറ്റ്. എങ്കിലും നമ്മളുടെ മൺപാത്രത്തിൽ ആത്മാവിന്റെ ഒരു പകർച്ച വേണം. ഈ ദീർഘ ദിവസങ്ങൾ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ അറിഞ്ഞും അറിയാതെയും ഒരു കാര്യം നടക്കുന്നുണ്ട്. എന്താണത്? മൺപാത്രത്തിലേക്കുള്ള പകർച്ച ഇതിൻ്റെ അകത്ത് ശക്തമായി നടക്കുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയാം, ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നവരോട് പറയട്ടെ, പാത്രത്തിന്റെ വിസ്താരത്തിൽ തുടങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അകത്തേക്ക് ആത്മാവിന്റെ പകർച്ച ശക്തമായി ദൈവം പകരുന്നുണ്ട്. ആത്മാവിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ മണവാട്ടി സഭയുടെ ഭാഗമല്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്ന ശബ്ദം കേൾക്കാതിരിക്കുവാൻ മൺപാത്രത്തിൽ നമ്മൾ ആത്മാവിനെ പ്രാപിക്കുന്നവരായിരിക്കണം. അത് ഈ ഉപവാസ പ്രാർത്ഥനകളിൽ, സഭാരാധനകളിൽ മാത്രമല്ല, കാത്തിരിപ്പ് യോഗങ്ങളിൽ വരുന്നവർക്ക് ദൈവം ആത്മാവിനെ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കും. നിന്റെ വിസ്താരത്തിൽ തുറന്നാൽ ദൈവം അതിനെ നിറച്ചിരിക്കും. നമ്മളുടെ മൺപാത്രത്തിൽ ആത്മാവിനെ ദൈവം പകരുന്നു. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, അപ്പം ചോദിച്ചാൽ ദൈവം തരും, ഭത്സിക്കാതെ ശാസിക്കാതെ ചോദിച്ചാൽ തരും, ചോദിച്ചില്ലെങ്കിൽ തരത്തില്ല. പക്ഷേ മൺപാത്രത്തിൽ എണ്ണ വേണമെങ്കിൽ ചോദിച്ചാൽ തരികയില്ല. വിൽക്കുന്നവരുടെ അരികിൽ, ഓഥറൈസ്ഡ് ഡീലേഴ്സ്, വിൽക്കുവാൻ ഞാൻ അധികാരപ്പെടുത്തിയവരുണ്ട്, അവരുടെ അരികിൽ പോയി വില കൊടുത്ത് വാങ്ങിയെങ്കിൽ മാത്രമേ മൺപാത്രത്തിലേക്ക് എണ്ണയുടെ പകർച്ച നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവേ, കുറച്ചു മുമ്പേ കർത്താവ് പറഞ്ഞത്, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുന്നവർക്ക് എത്രയോ അധികം. അങ്ങനെയാണെങ്കിൽ ചോദിച്ചാൽ മാത്രം പോരായോ? ലഭിക്കുകയില്ലയോ? അതെ, ആ ആത്മപകർച്ചയുടെ തലം ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. മറുവശം കർത്താവ് പറയുകയാണ്, മൺപാത്രങ്ങളിൽ മണവാട്ടി സഭയായി, ഹല്ലേലൂയ, ആത്മാവിന്റെ നിറവുള്ള മൺപാത്രങ്ങളായി നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി വിശുദ്ധിയോടെ ശരീരത്തെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ വിൽക്കുന്നവരുടെ അരികിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്നല്ല, പകരം വില മുടക്കി വാങ്ങിക്കണം. ഇന്ന് കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ എല്ലാം സഹിച്ച് അതിനെ അതിജീവിച്ച് വില മുടക്കി പെട്രോൾ ഒഴിച്ച് കാറിൽ സഞ്ചരിച്ച് ബസ്സിൽ സഞ്ചരിച്ച് പല പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇന്നിവിടെ വില മുടക്കി കടന്നു വന്നവരോട് പറയട്ടെ, മൺപാത്രത്തിന്റെ വിസ്താരത്തിൽ തുറന്നിരുന്നാൽ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തൻ, വാക്ക് മാറാത്തവൻ. ഇതിൻ്റെ അകത്ത് ചില പകർച്ചകൾ നിറച്ചിരിക്കും, ചില മൺപാത്രങ്ങൾ ഇതിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ. ചിലതിൻ്റെ മൺപാത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിറയുവാൻ ഓരോ ഉപവാസ പ്രാർത്ഥനകളിൽ, ഓരോ കാത്തിരിപ്പ് യോഗങ്ങളിൽ, ഓരോ വചന ശുശ്രൂഷകളിൽ, ഓരോ പ്രാർത്ഥനകളിൽ മൺപാത്രത്തിന്റെ വിസ്താരത്തിൽ തുറന്നിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ചില പകർച്ചകൾ ഇതിൻ്റെ അകത്ത് നിറവുകളായി വ്യാപരിച്ചിരിക്കും. മൺപാത്രത്തിന്റെ വിസ്താരത്തിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഡെഫിനറ്റ്ലി അതിന്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം എന്ന് തന്നെയാണ്. മറുവശം നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നമ്മളുടെ മനോഭാവങ്ങൾ നമ്മളുടെ മൺപാത്രത്തിന്റെ അടച്ചു കളയുവാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണ്, ഇതൊക്കെ ഞാൻ കുറെ കണ്ടത്, എത്ര വർഷമായി ഞാൻ ഇതൊക്കെ കാണുന്നത്, ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല, ഇതൊക്കെ ആരംഭശൂല വികാരങ്ങൾ ചൂഷണം ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് മനോഭാവങ്ങൾ കൊണ്ട് പാത്രത്തിന്റെ അടച്ചു കളഞ്ഞാൽ അസാധാരണ ആത്മമാരി പെയ്താൽ നമ്മൾ നനയുമായിരിക്കും, ആത്മസ്നാനം നടക്കുമായിരിക്കും, ആത്മാവിൽ മുങ്ങിക്കിടക്കുമായിരിക്കും, പക്ഷേ പാത്രങ്ങൾ നിറയുകയില്ല. ഇന്ന് ചേട്ടാ മനോഭാവങ്ങൾ താഴ്മയോടെ ഒന്ന് തുറന്നു കൊടുക്കണം. കർത്താവേ, അന്ത്യ ദിവസത്തിൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള വാക്ക് കേൾക്കാതെ എൻ്റെ ജീവിതത്തിൽ മൺപാത്രത്തിൻ്റെ ഞാൻ തുറക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മൺപാത്രത്തിൻ്റെ അടച്ചു കളഞ്ഞിട്ട് എൻ്റെ അകത്തേക്ക് എത്രയോ ധന്യരാണ് നമ്മൾ. ഈ ആലയത്തിൻ്റെ അകത്ത് ആത്മസാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിൻ്റെ അകത്ത് വന്നവർക്ക് മാത്രമല്ല,
മാധ്യമങ്ങളിൽ കൂടെ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ വില മുടക്കി ദീർഘദിവസങ്ങൾ ഇവിടെ വന്നിരുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥന നിമിത്തം ഇതിന്റെ മുകളിൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന് ഇതിന്റെ അകത്തേക്ക് ആത്മാവിന്റെ പകർച്ചകൾ പകരുവാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഇവിടെ ഉള്ളപ്പോൾ അതിനോട് ഏകീഭവിക്കുവാൻ അതിന് വില മുടക്കി ദൈവസന്നിധിയിൽ ഭക്തിയോടെ അവരുടെ സമയം ചെലവഴിക്കുന്നവരോട് പറയട്ടെ, ഇവിടെ വില മുടക്കിയ ദൈവദാസന്മാരുടെയും ഇവിടെ വില മുടക്കിയ ദൈവ മക്കളുടെയും പ്രാർത്ഥനയും അവർ വില മുടക്കിയത് നിമിത്തം ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന് ആത്മാവിന്റെ വലിയ മാരി ഇതിന്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ, ആത്മസ്നാനം ഇതിന്റെ അകത്ത് നടക്കുമ്പോൾ പറയട്ടെ, മൺപാത്രത്തിന്റെ വിസ്താരത്തിൽ തുറക്കുന്ന ചിലതിന്റെ അകത്തേക്ക് പാത്രങ്ങളെ നിറയ്ക്കുവാൻ ആത്മാവിന്റെ ശക്തി ഇതിന്റെ അകത്ത് ഇന്നും ഈ ദിവസങ്ങളിൽ ഉള്ളപ്പോൾ അർജല പ്രവാർദ്ധരാശ്യാദൽ അതിനെ അർത്ഥശൂന്യമാക്കാതെ അതിനെ വ്യർത്ഥമാക്കാതെ മൺപാത്രത്തിന്റെ വിസ്താരത്തിൽ തുറന്ന താഴ്മയോടെ ഹല്ലേലൂയ പുതിയ മനസ്സോടെ ഹല്ലേലൂയ ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട മൺപാത്രത്തിന്റെ മനോഭാവങ്ങളെയും ആത്മാവിൽ സ്തുതിക്കുവാൻ കരങ്ങൾ തട്ടുവാൻ ഹല്ലേലൂയ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ശരീരങ്ങളെ ഏൽപ്പിച്ചാൽ ചില മൺപാത്രങ്ങളിൽ ഇന്ന് രാത്രിയിലും ഒരു നിറവുണ്ടാകും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു കർത്താവ് പറയുകയാണ്, ശരീരങ്ങളിൽ നിങ്ങളുടെ മൺപാത്രങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായ ഈ മൺപാത്രങ്ങളിൽ എണ്ണയുടെ നിറവുണ്ടായിരിക്കണം, ആത്മാവിന്റെ നിറവുണ്ടായിരിക്കണം. ഈ ശിഷ്യന്മാരെ പ്രാർത്ഥിച്ച് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു വരുമ്പോൾ യേശു കർത്താവ് ആ തലത്തിൽ പകരപ്പെടുന്ന എണ്ണ പോലെ പകരപ്പെടുന്ന ആ ഒരു ആത്മതലത്തെക്കുറിച്ചല്ല പറയുന്നത്. ചിലതൊക്കെ വില കൊടുത്തേ വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. എണ്ണ വില വിളക്കിലുള്ള എണ്ണയ്ക്ക് ആത്മാവിലുള്ള എണ്ണ സൗജന്യമായി തരുന്നത്. അത് യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷം ആ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചിരിക്കും. പക്ഷേ പാത്രങ്ങളിൽ വരേണ്ട എണ്ണ, ഞാൻ വിശ്വാസിയാണ്, 50 വർഷം മുമ്പ് അന്യഭാഷ പറഞ്ഞ് തുടങ്ങിയതാണ് എന്ന് പറഞ്ഞിരുന്നതും കൊണ്ട് എങ്ങും എത്തത്തിൽ ആത്മാവിൽ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളുടെ മൺപാത്രത്തിൽ ആവശ്യമുള്ള പകർച്ചകൾ ഇറ്റ്സ് എ വെരി റെഗുലർ എക്സ്പീരിയൻസ്. അത് റെഗുലർ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മളുടെ പിതാക്കന്മാർ കാത്തിരിപ്പ് യോഗങ്ങൾ വെച്ചു. ഇന്നും അങ്ങനെ ആ പൈതൃകം, ആ ലെഗസി സൂക്ഷിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. വെറും പേരിന് വേണ്ടിയല്ല, പകരം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പകർച്ചകൾ പകരപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ വിലമുടക്കുന്ന ദൈവദാസന്മാരും സഹകരിക്കുന്ന സഭയും ഒരുമിച്ചിരിക്കുമ്പോൾ വരവിനായി കാത്തിരിക്കുന്ന ഒരു മണവാട്ടി സഭയെ വാർത്തെടുക്കുന്ന ആത്മാവിൻ്റെ പകർച്ചകൾ ഇതിൻ്റെ അകത്തും നടക്കുന്നത് തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. മറുവശം നമ്മളുടെ മൺപാത്രങ്ങളിൽ ഹൗ ഡു ഐ പ്രസന്റ് ഇറ്റ്, നമ്മളുടെ വാഹനങ്ങൾ, കാർ ഉപയോഗിക്കുന്നവർക്ക്, ബൈക്ക് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, ഒരു വാഹനത്തിൻ്റെ അകത്ത് പല നിറവുകളുണ്ട്. ഇന്ധനം നിറയ്ക്കേണ്ടത് അതിൻ്റെ അകത്തെ ഒരു വശമാണ്. ഡീസലായിരിക്കും, പെട്രോളായിരിക്കും, ഇലക്ട്രിക് ചാർജ് ആയിരിക്കും, വ്യത്യസ്ത ഇന്ധനങ്ങൾ നിറയ്ക്കേണ്ടത് ഒരു നിറവിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ്, ബ്രേക്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിന് വേറെ ഫ്ലൂയിഡ് ഒഴിക്കണം, അതിന് വേറൊരു നിറവുണ്ട്. എഞ്ചിൻ ഓയിൽ അടുത്തൊരു നിറവാണ്. അടുത്തത് വൈപ്പറിൻ്റെ അകത്ത് വരേണ്ട ഫ്ലൂയിഡ്, അത് വേറൊന്ന്. പല വ്യത്യസ്ത നിറവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വാഹനം നടക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മപ്രവർത്തനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളുണ്ട്. അതിലൊന്നാണ് മൺപാത്രത്തിൽ പകരപ്പെടുന്ന ആത്മശക്തിയുടെ പകർച്ച. ഹല്ലേലൂയ. മറ്റൊന്നാണ് അന്നന്നത്തേക്ക് ആവശ്യമുള്ള അപ്പം ചോദിച്ചു വാങ്ങിക്കുന്നത് പോലെ അന്നന്നത്തേക്ക് ആവശ്യമുള്ള ആത്മാവിനെ പിതാവിനോട് ചോദിച്ചു വാങ്ങിക്കുന്നത്. എവിടെയെങ്കിലും ആ നിറവില്ലാതായി പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ മൊബൈൽ ഫോൺസ്, ഇതൊക്കെ ഇറ്റ്സ് ഡിപ്പെൻഡൻറ്റ്, അതൊക്കെ കറണ്ടിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി തീർന്നാൽ പിന്നെ എൻ്റെ മൊബൈൽ ഫോൺ പ്രവർത്തിക്കത്തില്ല. എല്ലാവരുടെയും മൊബൈൽ ഫോൺ അങ്ങനെയാണ്. കോൾ ചെയ്യാൻ പറ്റത്തില്ല, ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, ഇറ്റ്സ് വേസ്റ്റ്, അത് അർത്ഥശൂന്യമാണ്. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാണോ ജീവിക്കുന്നത് എന്ന് അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം ആത്മാവ് മരിച്ചിട്ടും അറിയാതെ ജഡത്തിൽ പ്രവർത്തിക്കുന്ന പലതുമുണ്ട്. ഞാനും 1986 മുതൽ ബഥേലിലാണ്. ഞാൻ കുറേ വർഷങ്ങളായി പ്രസംഗിക്കുന്നു. എത്ര വർഷമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി വർഷങ്ങളായി പ്രസംഗിച്ചു തുടങ്ങിയിട്ട്. അത്യാവശ്യം മലയാളം ഭാഷയിൽ പറഞ്ഞാൽ ഒരു വെടിക്കുള്ള മരുന്ന് എൻ്റെ കയ്യിലുമുണ്ട് എന്ന് പറയുന്നത് പോലെ അത്യാവശ്യം ഒരു പ്രസംഗമൊക്കെ പറയാൻ മിക്കവാറും എല്ലാ പാസ്റ്റർമാർക്കും ഒക്കും. പക്ഷേ ആത്മാവിനെ ഓരോ ദിവസവും പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ
അവരുടെ ജഡത്തിലും സ്വയത്തിലും കഴിവിലും ആശ്രയിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗവും അന്നന്നത്തേക്ക് ആത്മാവിൽ ജീവനോടെ ചൈതന്യത്തോടെ പ്രസംഗിച്ച് ജനത്തിൻ്റെ ഹൃദയത്തെ തൊടുവാൻ, ആവശ്യങ്ങളെ നിറവേറ്റുവാൻ, ദൈവപ്രവൃത്തികൾ അഴിച്ചുവിടുവാൻ പ്രാർത്ഥിക്കുന്നവർ, പാടുന്നവർ, പ്രസംഗിക്കുന്നവർ, ശുശ്രൂഷിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ശിഷ്യന്മാരായി ശിഷ്യത്വത്തിൻ്റെ ആഴമേറിയ തലങ്ങളിലേക്ക് കടന്ന് ആത്മാവിനെ ഓരോ ദിവസവും ഉള്ളത് പ്രാപിച്ച് മുൻപോട്ട് പോയാൽ പറയട്ടെ, നമ്മളുടെ ജീവിതം അസാധാരണ ദൈവപ്രവൃത്തിയുടെ വലിയ ചാലുകളായി ദൈവം ഈ ദിവസങ്ങളിൽ മാറ്റും എന്നൊരു പ്രവചന ശബ്ദം പോലെ ചിലതിൻ്റെ മുകളിൽ ഞാൻ ഇന്ന് ആത്മാവിൽ റിലീസ് ചെയ്യുക. ഇന്ന് ഇതിൻ്റെ അകത്തിരിക്കുന്ന ചില പറയണം, കർത്താവേ, എനിക്ക് എൻ്റെ സ്വയത്തിൽ ആശ്രയിച്ചൊന്നും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആത്മാവിൻ്റെ നിറവിൽ ഞാൻ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഒരു കുഞ്ഞ് ആഹാരം കഴിക്കാതെ പോയാൽ പുതിയ ആരോഗ്യം ശോഷിച്ച് പിന്നത്തേതിൽ മരിക്കത്തില്ല. അതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും ഗ്ലൂക്കോസ് എങ്കിലും കയറ്റും. പക്ഷേ ജീവൻ അതിൽ ആശ്രിതമായിരിക്കുന്നത് പോലെ ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവ് പറയുകയാണ്, അപ്പം ഇല്ലാതെ ശരീരം ക്ഷയിക്കുവാൻ, ക്ഷീണിക്കുവാൻ, തളരുവാൻ, മരിക്കുവാൻ സാധ്യതയുള്ളതുപോലെ ആത്മാവില്ലെങ്കിൽ നമ്മൾ ആത്മാവിൽ മരിച്ചവരായി പിന്നത്തേതിൽ സ്വയത്തിലും ജഡത്തിലും നമ്മളുടെ പ്രസംഗങ്ങൾ, പ്രാർത്ഥനകൾ, പാട്ടുകൾ, പ്രവൃത്തികൾ, ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നവരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആ ഭവനത്തിൽ ആഹാരം പാചകം ചെയ്യുന്നവർ, നമ്മൾ പ്രാർത്ഥനയോടെ ആത്മീയരായി നിന്ന് ആഹാരം പാചകം ചെയ്താൽ നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല, യു ഡോണ്ട് ഹാവ് ടു ബൈ ഇൻ ടു ദിസ്. എങ്കിലും എൻ്റെ ധാരണയും എൻ്റെ വിശ്വാസവും ഞാൻ പറയുക, ആത്മാവിൻ്റെ നിറവിൽ നിന്ന് ആഹാരം പാചകം ചെയ്യുന്ന മാതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് രോഗശക്തികളെ അഴിച്ചുവിടാൻ, അതിനെ അകറ്റി മാറ്റുവാൻ ആവശ്യമുള്ള ആത്മശക്തി നിങ്ങളുടെ ആഹാരം പാചകം ചെയ്യുന്ന കരങ്ങളിൽ കൂടെ വ്യാപരിക്കും. ബിസിനസ് ചെയ്യുന്നവരോട് പറയട്ടെ, ഒരു മന്ത്രവാദത്തിനോ ആഭിചാരത്തിനോ അന്യായ പോരുകൾക്ക് നിങ്ങളെ തൊടുവാൻ കഴിയാതെ ആത്മാവിൻ്റെ നിറവിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, നിന്റെ ബിസിനസ് തകരുകയല്ല, നിന്റെ ബിസിനസ് ഉയർന്നിരിക്കും. ജോലി മണ്ഡലത്തിൽ ജോലി ചെയ്യുന്നവരോട് പറയട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓരോ ദിവസവും ആത്മാവിനെ ആശ്രയിച്ച് ആത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിച്ച് പോകുന്നവരുണ്ടോ, നിങ്ങൾ ആത്മാവിൽ ജയാളികളായിരിക്കും. കുഞ്ഞുങ്ങളോടും പ്രായമുള്ളവരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്. യേശു കർത്താവിന് പറയാനുള്ളത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. മൂലക്കല്ലാം ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെട്ട ജീവനുള്ള കല്ലുകളായി നമ്മൾ ഓരോരുത്തരും ഒരു കാര്യം പറയണം, ഞാൻ യേശു കർത്താവിൻ്റെ സഭയുടെ ഭാഗമാണ്. യേശു കർത്താവ് തൻ്റെ സഭയെ പണിയണമെങ്കിൽ ഏറ്റവും നന്നായി കെട്ടുറപ്പുള്ള ഓരോ ചെറിയ കൽക്കഷ്ണങ്ങളെ എടുത്ത് പണിയുന്നത് പോലെ എൻ്റെ ജീവിതത്തെ ധന്യമായി ബലപ്പെടുത്താതെ കർത്താവിൻ്റെ സഭയെ പണിയുവാൻ ദൈവത്തിന് പോലും എന്നെ ജീവിതത്തെ കെട്ടിപ്പണിയുന്നത് ദൈവത്തിൻ്റെ താല്പര്യമാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ രോഗശക്തികൾ, ബന്ധനങ്ങൾ, തകർച്ചകൾ, പാപങ്ങൾ, എൻ്റെ ജീവിതത്തിൽ പിന്മാറ്റം, എൻ്റെ ജീവിതത്തിൽ ആത്മീയ ക്ഷീണങ്ങൾ ഒക്കെ മാറ്റി എന്നെ ആത്മാവിൽ ഒന്ന് ബലപ്പെടുത്തി എൻ്റെ ജീവിതത്തെ ഒന്ന് ധന്യമാക്കി അനുഗ്രഹിച്ച് അതിനുശേഷം സഭയെ പണിയുന്നതിൻ്റെ ഭാഗമായി എൻ്റെ ജീവിതത്തെ പണിയുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ, ആ പണിയുവാൻ ജീവനുള്ള കല്ലുകളായി നമ്മളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, ഓരോ ദിവസവും ആവശ്യമുള്ള ആത്മാവ് നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരണം എന്ന് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ഇറ്റ്സ് നോട്ട് എ വീക്ക്ലി അഫെയർ. ഇതൊരു ആഴ്ചയിൽ മാത്രം നടക്കുന്ന സംഭവമല്ല. ഞായറാഴ്ച ഞാൻ വന്നു, ഭയങ്കര ആത്മശക്തിയിൽ പാട്ടുപാടി, ആ ആഴ്ചത്തേക്ക് ആവശ്യമുള്ള ചില നിറവുകളുണ്ട്. അത് സമയം അനുവദിക്കുകയാണെങ്കിൽ പറയാം. ആഴ്ചത്തേക്ക് നിറയ്ക്കുന്നത് പെട്രോൾ എല്ലാ ദിവസവും അടിക്കണം, എഞ്ചിൻ ഓയിൽ എല്ലാ ദിവസവും അടിക്കേണ്ട. ചിലതൊക്കെ 6 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി, ചിലതൊക്കെ 3 മാസത്തിലൊരിക്കൽ ചെയ്യണം, ചിലതൊക്കെ എല്ലാ ദിവസവും ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ ആത്മപകർച്ചയുടെ വ്യത്യസ്ത തലങ്ങൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷേ പ്രധാനമായി ശിഷ്യന്മാരോട് പഠിപ്പിക്കുമ്പോൾ മൺപാത്രത്തിൽ പകരപ്പെടുന്ന ആത്മതലത്തെക്കുറിച്ചല്ല കർത്താവ് പഠിപ്പിക്കുന്നത്. പകരം ഓരോ ദിവസവും ആവശ്യമുള്ള ആത്മാവിൻ്റെ പകർച്ചയുടെ ഒരു തലത്തെക്കുറിച്ചാണ് കർത്താവ് ശിഷ്യന്മാരോട് പഠിപ്പിക്കുന്നത്. ഇന്ന് ഈ IPC സെൻറ്റർ തിരുവല്ലയിലുള്ള ഈ സഭയിൽ അല്ല, ട്രിവാൻഡ്രത്തു നിന്നും മറ്റുള്ള പട്ടണങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നവരോടും ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരോടും എന്നൊരു കാര്യം ഞാൻ ശക്തമായി ശബ്ദമുയർത്തി വിളിച്ചു പറയട്ടെ, കർത്താവ് തൻ്റെ സഭയെ പണിയുമ്പോൾ ഒരു കൂട്ടം ശിഷ്യന്മാരെ അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക നാളുകളിൽ വന്ന് പറയും, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു. കാര്യം മൺപാത്രത്തിൽ അസാധാരണ ശക്തിയുണ്ട്. കാത്തിരിപ്പ് യോഗങ്ങളിൽ പോയതാണ്, ശക്തിയുണ്ട്. അതുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി, അതുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കി, അതുകൊണ്ട് കാലക്കം പ്രസംഗങ്ങൾ പ്രസംഗിച്ച് ആൾക്കാരെ ഇളക്കി മറിച്ച് വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നിടം വരെ
മേ ബി ക്ഷമിക്കണം, ഒരുപക്ഷെ വികാരങ്ങളെ ഇളക്കുന്നിടം വരെ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, നിന്റെ നാമത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്, ദരിദ്രരെ സഹായിച്ചിട്ടുണ്ട്. കർത്താവരെ കൊള്ളാം, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. കാര്യം ഇതൊക്കെയും ഞാൻ എൻ്റെ സഭയായി, എൻ്റെ മണവാട്ടിയായി അംഗീകരിക്കുന്നവരുടെ പ്രത്യേകത, അവർ വിളക്കിൽ മാത്രമല്ല പാത്രത്തിൽ എണ്ണയുള്ളവരും ശിഷ്യന്മാരായി ഓരോ ദിവസവും അപ്പത്തിൻ്റെ ആവശ്യം പോലെ ആത്മാവിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് ആത്മാവിനെ പ്രാപിക്കുന്നവരാണ് എൻ്റെ സഭ. അതുകൊണ്ട് അഡ്മോണിഷ്, ഞാൻ പ്രബോധിപ്പിക്കുവാൻ, അല്പം കട്ടിയായ ഭാഷയിൽ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങളായി ക്രിസ്ത്യാനി വിശ്വാസി, പെന്തിക്കോസുകാരി എന്ന പാരമ്പര്യമുള്ള എന്നെപ്പോലെ ഓരോരുത്തരും, ഞാൻ പറയട്ടെ, ഓരോ ദിവസവും ശിഷ്യത്വത്തിൻ്റെ തലങ്ങൾ സ്വീകരിച്ച് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന ഇന്നത്തേക്ക് ആവശ്യമുള്ള ആത്മാവിനെ എനിക്ക് തരണമേ, ഇന്നത്തേക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഇന്നത്തേക്ക് ആവശ്യമുള്ള പരീക്ഷയിലകപ്പെടാതുള്ള ദൈവത്തിൻ്റെ കാവലിൻ്റെ തലങ്ങൾ, ദൂതന്മാരുടെ ശുശ്രൂഷകൾ എനിക്ക് വേണ്ടി തുറന്നു വിടണമേ, ഇന്നത്തേക്ക് ആവശ്യമുള്ള വിടുതൽ എനിക്ക് തരണമേ എന്നോരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് ആ പ്രാർത്ഥനയുടെ ഓരോ തലങ്ങൾ ഓരോ ദിവസവും ഏറ്റെടുക്കുന്ന അളവിൽ നമ്മൾ വരുമ്പോൾ കർത്താവ് പറയും, വണ്ടർഫുൾ, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശിഷ്യത്വത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തിൽ റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുകയാണ്. 5 പ്രധാനപ്പെട്ട തലങ്ങൾ. ഇന്നങ്ങോട്ട് കിടക്കുവാൻ സമയമെടുക്കുന്നില്ല. ശിഷ്യന്മാർ ആരാണ്? ശിഷ്യന്മാരുടെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട തലങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ഡെയിലി ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ഓരോ ദിവസവും, അതെത്ര വർഷത്തെ അനുഭവം ഉണ്ടെങ്കിലും, എത്ര പാരമ്പര്യത്തിൻ്റെ വലിയ ആഴങ്ങളുണ്ടെങ്കിലും, എത്ര അനുഭവ ശ്രേഷ്ഠതയുണ്ടെങ്കിലും, ഓരോ ദിവസവും ഒരു ശിശുവിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ആത്മാവിന് വേണ്ടി ചോദിച്ച് മുന്നേറുന്ന ദൈവത്തിൻ്റെ പൈതലെ നമ്മൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് മാറ്റപ്പെടും. ആ ഒരു ബാക്ക്ഡ്രോപ്പിൽ നിന്നുകൊണ്ട്, ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്തത്, ഓരോ ദിവസവും കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. Let's come back to the subject. സബ്ജക്റ്റിലേക്ക് മടങ്ങി വരട്ടെ. കൃപ എന്നാൽ എന്താണ്? അതൊരു വികാരമല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഇമോഷൻ. അത് ആത്മാവിനെ പകരുന്നത് പോലെ, ഉയരത്തിൽ നിന്ന് ആത്മശക്തി പകരുന്നത് പോലെ, ഉയരത്തിൽ നിന്നും വിശ്വാസം പകരുന്നത് പോലെ, ഉയരത്തിൽ നിന്നും പകരപ്പെടുന്ന ജ്ഞാനത്തെ പോലെ ഉയരത്തിൽ നിന്നും പകരപ്പെടുന്ന ഒരാത്മീയ വസ്തുതയാണ് കൃപ. നമുക്ക് ഉളവാക്കിയെടുക്കുവാൻ സാധിക്കുകയില്ല. അത് ഉയരത്തിൽ നിന്ന് പകരപ്പെടണം. എങ്ങനെ വരുന്നു? ബൈബിൾ പറയുന്നു, ന്യായപ്രമാണം മോശയിൽ കൂടെ വന്നു, പക്ഷേ കൃപ ക്രിസ്തയേശുവിൽ കൂടെ വന്നു. എവിടെ നിന്ന് വരുന്നു? ഇത് കൃപാസനത്തിൽ നിന്നും വരുന്നു. അത് തത്സമയം ഓരോ ദിവസവും കൃപാസനത്തിൻ്റെ മുൻപിൽ യേശു കർത്താവിൻ്റെ നാമത്തിലും കുഞ്ഞാടിൻ്റെ രക്തത്തിലും ആശ്രയിച്ച് ഓരോ ദിവസവും കൃപാസനത്തിൽ നിന്നും നമ്മൾ അന്നന്നത്തേക്ക് ആവശ്യമുള്ള കൃപ പ്രാപിക്കണം. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. ആത്മാവിൻ്റെ രക്ഷ നമ്മൾക്ക് സൗജന്യമായി കർത്താവ് നൽകി. പക്ഷേ യേശു എൻ്റെ രക്ഷിതാവാണ് എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ രക്ഷയിൽ മാത്രം ഒതുക്കി തീർക്കുന്ന ഒരു തലത്തിൽ നമ്മൾ അസ്തമിക്കരുത്. ഐ റിപ്പീറ്റ്, ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിൻ്റെ രക്ഷിതാവാണെന്ന് പറയുമ്പോൾ യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ച ആസ് ദ സേവിയർ, രക്ഷിതാവായിട്ടാണ്. യേശു ലോകത്തെ രക്ഷിക്കുവാൻ വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇംഗ്ലീഷിൽ പറയുമ്പോൾ പറയാറുണ്ട്, ദ ലോർഡ് ജീസസ് ഇസ് മൈ പേഴ്സണൽ സേവിയർ. യേശു എൻ്റെ രക്ഷിതാവാണ്. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല, എൻ്റെ പ്രാണനിൽ മുറിവേറ്റ് ഇമോഷണൽ ഡിസ്ട്രെസ്, ഡിപ്രഷൻ, എൻ്റെ വികാരങ്ങളിൽ, വിചാരങ്ങളിൽ, മനോഭാവങ്ങളിൽ, ചിന്താഗതികളിൽ, മാനറിസംസ്, എക്സലൻസ്, ഓരോ തലങ്ങളിൽ എനിക്ക് മുറിവേറ്റ് എൻ്റെ ജീവരക്തം വാർന്നൊഴുകുമ്പോൾ എൻ്റെ പ്രാണനിൽ എനിക്ക് സൗഖ്യം നൽകുവാൻ, രക്ഷ നൽകുവാൻ യേശു എൻ്റെ രക്ഷിതാവാണ്. പലരും ആത്മാവിലുള്ള രക്ഷയുടെ തലങ്ങൾ രക്ഷിതാവിൽ നിന്ന് പ്രാപിച്ചെങ്കിലും അവരുടെ പ്രാണനിൽ, അവരുടെ ജീവരക്തത്തെ വാർന്നു കളയുന്ന മുറിവുകൾ, ആഘാതങ്ങൾ, അവരുടെ ജീവിതത്തിൽ വരുന്ന ആഴമേറിയ മുറിവുകളെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിൻ്റെ ശക്തിയെ ഇതുവരെ അനുഭവിച്ചറിയാത്തവരുണ്ടെങ്കിൽ പറയട്ടെ, അത് അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ശരീരത്തിൽ വരുന്ന രോഗത്തിന് ഡോക്ടേഴ്സിനെ ദൈവം തരുമായിരിക്കും, മരുന്ന് ദൈവം ഉപയോഗിക്കുമായിരിക്കും, ആളും സഹായവും ദൈവം അയക്കുമായിരിക്കും. എങ്കിലും എൻ്റെ രക്ഷിതാവ് മരുന്നല്ല, എൻ്റെ ഡോക്ടറല്ല, എൻ്റെ രക്ഷിതാവ് എൻ്റെ കർത്താവായ യേശുവാണ്. എനിക്കൊരു ആവശ്യം വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞാൻ നിയമത്തിൽ പോയി അഭയം ചൊല്ലുവാൻ അവസരങ്ങൾ ഉണ്ടായിരിക്കും. പോലീസുകാരും വക്കീലും നിയമ കോടതികളും എനിക്ക് ഒരു പക്ഷേ സഹായത്തിനു വേണ്ടി ദൈവം ഒരുക്കുമായിരിക്കും. എങ്കിലും എൻ്റെ രക്ഷ അവിടെ നിന്നല്ല വരുന്നത്. എൻ്റെ കണ്ണുകൾ ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എൻ്റെ രക്ഷിതാവിൽ നിന്നും, എൻ്റെ വ്യക്തി
വ്യക്തിപരമായി എന്നെ രക്ഷിക്കുന്ന എൻ്റെ കർത്താവായ യേശുവിൽ നിന്നും മാത്രമായിരിക്കും. എനിക്ക് സാമ്പത്തിക ആവശ്യം വരുമ്പോൾ എന്നെ സഹായിക്കുവാൻ ആളും സഹായവും ബാങ്കേഴ്സിനെയും ലോയേഴ്സിനെയും ഡോക്ടേഴ്സിനെയും പോലീസിനെയും പലതിനെയും ദൈവം തരുമായിരിക്കും. അതേ, സഭയ്ക്കകത്തും പുറത്തും സഹായത്തിനു വേണ്ടി ദൈവം തരുന്ന ആളും സഹായവും എല്ലാം നല്ലതാണ്. എങ്കിലും അതൊക്കെ ഒരു വശത്തിരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും എൻ്റെ സഹായം എൻ്റെ രക്ഷിതാവായ എൻ്റെ കർത്താവായ യേശു മാത്രമാണ് എന്ന് പറയുവാൻ പ്രാഗൽഭ്യമുള്ള ദൈവത്തിൻ്റെ പൈതലെ, നമ്മൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് ദൈവം നമ്മളെ ചേർത്തുകൊള്ളുവാൻ, ഹല്ലേലൂയ, മനോഭാവങ്ങളെയും ചിന്താഗതികളെയും ആഴത്തിലുള്ള അടിസ്ഥാനങ്ങളെയും ഒന്ന് സൂക്ഷിക്കുവാൻ ആത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. Where is our trust? നമ്മളുടെ ആശ്രയം എവിടെയാണ്? പ്രശ്നം വരുമ്പോൾ മാത്രമേ ആശ്രയം എവിടെയാണെന്ന് അറിയത്തുള്ളൂ. പ്രശ്നം വരുമ്പോൾ ആരും മറ്റൊരു ഫോൺ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ആ പോലീസ് സ്റ്റേഷനിലോട്ടോ അഡ്വക്കേറ്റിനെയോ ഡോക്ടറെയോ പാസ്റ്ററെയോ വിളിക്കുന്നതിന് മുൻപേ ഒന്ന് കണ്ണടച്ച്, കണ്ണുകൾ ഉയരത്തിലേക്കൊന്ന് ഉയർത്താതെ ആരെ വിളിച്ചാലും നിന്റെ ആശ്രയം ദൈവത്തിലല്ല. സോറി ഫോർ ദാറ്റ്, ബട്ട് ദാറ്റ്സ് ദ ട്രൂത്ത്. ഒരു ആമേൻ പറയാൻ സാധിക്കും? ഏതൊരു ആപത്തിൻ്റെയോ ആവശ്യത്തിൻ്റെയോ സമയം വരുമ്പോൾ ആദ്യമേ നിന്റെ ഹൃദയം എങ്ങോട്ട് പായുന്നു, അവിടാണ് നിന്റെ ആശ്രയം. പ്രതികൂലത്തിൻ്റെ സമയത്ത് മാത്രമേ എവിടാണ് നമ്മുടെ ആശ്രയം എന്ന് പലപ്പോഴും തിരിച്ചറിയത്തുള്ളൂ. ഓൾറൈറ്റ്, സോ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, വാസ്തവത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്ന ആഴമേറിയ തലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണം. കൃപയുടെ പ്രത്യേകത, നമ്മൾ കൃപയിലേക്കായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപയിൽ വളർന്നു വരേണ്ടതാണ്. ഓക്കെ, ഐ ഡിഡ്ന്റ് കംപ്ലീറ്റ് ദാറ്റ്. സോ ലെറ്റ് us then fearlessly, ഭയമില്ലാതെ, കോൺഫിഡൻ്റ്ലി, ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി, boldly draw near to the throne of grace, കൃപാസനത്തോട്, ആ സിംഹാസനത്തോട് ഒന്ന് അടുത്തു വരാം. Why? That we may receive mercy. അവിടെ വരുമ്പോൾ ഞാൻ 86 മുതൽ ബഥേലിലുണ്ട്, വർഷങ്ങളായി പ്രസംഗിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. ആദ്യം എൻ്റെ ശുശ്രൂഷ പുൾപിറ്റിലൊന്നും അല്ലായിരുന്നു. ആദ്യം എൻ്റെ ശുശ്രൂഷ ആരും കാണാതായിരുന്നു. ആലയം തൂക്കുന്നിടം മുതൽ എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു. ആൾക്കാരെ സഹായിക്കുന്നത് പകലല്ല, രാത്രിയിൽ 1 മണിക്ക് 2 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടപ്പോൾ, ഹോസ്പിറ്റലിൽ പോകേണ്ടപ്പോൾ ആരും കാണാതെ, ആരും അംഗീകരിക്കാതെ ദീർഘവർഷങ്ങൾ ശുശ്രൂഷിച്ചത് പലർക്കും അറിയത്തില്ല, അറിയേണ്ട ആവശ്യമില്ല, അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊക്കെ ശുശ്രൂഷയുടെ ഭാഗമാണ്. പലരുടെയും വിചാരം ഈ മൈക്കും പിടിച്ച് പുൾപിറ്റിൽ നിൽക്കുന്നത് മാത്രമേ ശുശ്രൂഷയുള്ളെന്നാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, പ്രധാനപ്പെട്ടത്. എങ്കിലും ശുശ്രൂഷയുടെ ആഴമേറിയ തലങ്ങൾ ഉണ്ട്. അതുകൊണ്ട് കരുണയുടെ ആവശ്യമില്ല എന്ന് ആദ്യമെങ്കിലും മനസ്സിൽ വന്നാൽ, എവിടെയോ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോയ പരീക്ഷനെ പോലെ ജീവിതം അസ്തമിക്കാതിരിക്കുവാൻ ജീവിതത്തിൽ കർത്താവിന് പറവാനുള്ളത്. അതുകൊണ്ട് കൃപാസനത്തോട് അടുത്തു വരുമ്പോൾ ഒന്നാമത് മനസ്സിലിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്പർ 1, that we may receive mercy and find grace. 2, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കൃപ പ്രാപിക്കണം. ഹല്ലേലൂയ. ഫൈൻഡ് ഗ്രേസ് ടു ഹെൽപ്പ്, സഹായത്തിനുള്ള കൃപ. ഏത് സ്ഥലത്താണ് നമുക്ക് സഹായം ആവശ്യം? സഹായം ആവശ്യമില്ലാത്ത ആരും നമ്മുടെ ഇടയിലില്ല. അത് രാജ്യങ്ങളുടെ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ആയിരിക്കും. അത് ഏറ്റവും എളിയവരും ദരിദ്രരും എന്ന് വിചാരിക്കുന്നവരായിരിക്കും. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ജീവിക്കുവാൻ കഴിയുന്ന ഒറ്റ വ്യക്തി ലോകത്തിലില്ല. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ ലോകത്തിൽ പരിചയപ്പെടുത്തുവാൻ, അതിനു മുൻപേ ലോകത്തിൽ വരുവാൻ ഒരു മറിയയുടെ ശരീരം ദൈവം അന്വേഷിച്ചു. ഈ ഭൂമിയിൽ വന്നു. പരസ്യ ശുശ്രൂഷയുടെ വേദിയിലേക്ക് കടക്കുവാൻ കർത്താവിൻ്റെ സമയമായപ്പോൾ മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന ഒരു യോഹന്നാൻ സ്നാപകന്റെ സഹായം, ശുശ്രൂഷ ആവശ്യമായിരുന്നു. ആരെങ്കിലും എനിക്ക് ആരുടെയും പരസഹായം വേണ്ട, എനിക്ക് ആരുടെയും സഹകരണം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, ദൈവം എന്നെ സഹായിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ വഴി നീ തെറ്റായ മനോഭാവങ്ങളാൽ അടച്ചു കളയരുത്. ലോകത്തിൽ ആർക്കും മറ്റൊരു വ്യക്തിയുടെ സഹായം ഇല്ലാതെ ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഏലിയാവിൻ്റെ മുൻപിൽ കാക്ക അയക്കുന്ന ദൈവം, ഹല്ലേലൂയ, ജീവിതത്തിൽ ആളും സഹായം അയക്കുമ്പോൾ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് പറയണം. പക്ഷേ കാക്കയ്ക്കിട്ട് കല്ല് വലിച്ചെറിയരുത്. പലരുടെയും പ്രശ്നം അതാ. കാക്കയ്ക്കിട്ട് കല്ല് വലിച്ചെറിഞ്ഞ് കാക്കി ഓടിച്ചു കളഞ്ഞ് അപ്പം ഇവിടെ കർത്താവ് എന്ന് ചോദിച്ചിരിക്കുന്ന ഏതോ വലിയ പ്രതിസന്ധിയിൽ ഇരിക്കുന്നവരോട് പറയട്ടെ, കാക്കയെ കല്ലെറിഞ്ഞ് ഓടിച്ചാൽ അപ്പം വരത്തില്ല, വാക്യം പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. സഹായം ഇല്ലാതെ ആർക്കും ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പ്രധാനമന്ത്രിമാർ, ബലഹീനർ ആരാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്നതാണ് സഹായിക്കുവാൻ. തക്ക സമയം
തത്സമയം സഹായം പ്രാപിക്കുവാൻ കൃപാസനത്തിൻ്റെ അടുക്കൽ വരണം. കാക്കയയക്കിൻ്റെ അടുത്ത് കാക്കയയക്കും, സാറാഫാത്തിൽ വിധവയൊരുക്കൻ്റെ അടുത്ത് വിധവയൊരുക്കും, രാജകൊട്ടാരങ്ങൾ വാതിൽ തുറക്കൻ്റെ അടുത്ത് രാജകൊട്ടാരങ്ങൾ വാതിൽ തുറക്കും, മന്ന വരൻ്റെ അടുത്ത് മന്ന വന്നിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ പാനപാത്രം കവിഞ്ഞൊഴുകൻ്റെ അടുത്ത് പാനപാത്രങ്ങൾ കവിഞ്ഞൊഴിഞ്ഞിരിക്കും. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രവചന ശബ്ദം പോലെ പറയട്ടെ, ചിലരുടെ സഹായത്തിനുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ തുറന്നു വരുവാൻ കൽപ്പിക്കുവാൻ ആത്മാവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ഇന്ന് ചിലരുടെ ജീവിതത്തിൽ വഴികൾ അടഞ്ഞു, സഹായിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചിലതിനോട് ഇന്ന് ആത്മാവിൽ അവരുടെ സാഹചര്യങ്ങളൊക്കെ ഞാൻ പ്രവചിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പർ നിന്റെ സാഹചര്യങ്ങളിലേക്ക്, നിന്റെ ശുശ്രൂഷയിലേക്ക്, ദൈവിക പദ്ധതികളിലേക്ക് വാതിൽ തുറന്നു തരേണ്ടിയ ചിലതിനെ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു വരുത്തുകയാണ്. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലതിനെ നോക്കി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. നിന്റെ വാതിൽ അടച്ചിട്ടിരിക്കുന്നിടത്ത് നിന്റെ വാതിൽ തുറക്കുവാനായി, എവിടെയോ സഹായത്തിനായി ആളില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചിലതിനെ നോക്കി ഇന്ന് ആത്മാവിൽ പറയുകയാണ്, നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പർ, നിന്നെ സഹായിക്കുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന ഹേ നയമാനെ, നിന്റെ ഭവനത്തിൽ ജോലി ചെയ്യുന്ന ആ പെൺകുട്ടിയായിരിക്കും, പക്ഷേ അവൾ വരാതെ നിന്റെ കുഷ്ഠരോഗത്തിൽ നീ പുറത്തു വരികയില്ല. ഹേ ഏലിയാവേ, നീ ശക്തനായ പ്രവാചകനായിരിക്കും, ആകാശത്തെ അടച്ചുപൂട്ടുവാൻ ആത്മീയ അധികാരം ഉള്ളവനായിരിക്കുമെങ്കിലും ഞാൻ അയക്കുന്ന കാക്കയായിരിക്കും നിനക്ക് ആഹാരം കൊണ്ടുവരുന്നത്. കർത്താവ് യേശുവിന് വേണ്ടി മരുഭൂമിയിൽ വഴിയൊരുക്കിയ ഒരു യോഹന്നാൻ സ്നാപകനായിരിക്കും. എനിക്കറിയത്തില്ലെങ്കിലും ഒരു കാര്യം പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ ദൈവം തുറന്നുവിടാൻ പോകുകയാണ്. എങ്കിലും ആത്മാവിൽ ഞാൻ കാണുകയാണ്, ചിലതിന്റെ വഴികൾ അടച്ചു കളഞ്ഞെടുത്തുനിന്ന് ഇന്ന് രാത്രിയിൽ അടച്ചു കളഞ്ഞ വഴികളെ തുറക്കുന്ന ദൈവ പ്രവർത്തികൾക്കായി ദൈവം ചില വ്യക്തികളെ നിന്റെ ഭവനത്തോട്ട് അയക്കാൻ പോകുകയാണ്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത 24 മണിക്കൂറുകൾക്കകം ചില ജീവിതത്തിൽ ചില ഫോൺ കോളുകൾ വരട്ടെ, ചില ഇമെയിലുകൾ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ സഹായിക്കുവാൻ ദൈവം അയക്കുന്ന കാക്കകൾ പോലെ ചില വ്യക്തികൾ വരട്ടെ. എന്താ mighty powerful name of Jesus. വാതിലുകൾ കൊട്ടിയടച്ചടത്ത വാതിലുകൾ തുറക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തിക്കായിട്ട് വരുന്ന വ്യക്തികൾ ഉയരട്ടെ. ദൂതന്മാരുടെ ശുശ്രൂഷകളിൽ അങ്ങനെ ഉയർന്നു വരട്ടെ. വാതിൽ അടച്ചു കളഞ്ഞതിനെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഞങ്ങൾ വെട്ടിക്കളയുകയാണ്. ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചോ. കാര്യം എവിടെയോ ആത്മാവിന്റെ ചില പ്രവൃത്തികൾ ദൈവം ആരംഭിച്ചു കഴിഞ്ഞു. വാക്കുകൾ കൊണ്ട്, അന്യായ കൂട്ടുകെട്ടുകൾ കൊണ്ട്, പരിഹാസ സ്വരങ്ങൾ കൊണ്ട്, അശുദ്ധ സഖ്യതകൾ കൊണ്ട് നിന്റെ വഴികളെ അടച്ചു കളഞ്ഞ ചില ബന്ധിച്ചു കളഞ്ഞ ബന്ധനങ്ങളുടെയും അന്യായ പോരുകളുടെയും തലങ്ങളെ കൈവശത്താൽ അടച്ചു കളഞ്ഞ വാതിലുകൾ ഉൾപ്പെടെ വാതിലുകൾ തുറക്കേണ്ട ശക്തിയായ ദൂതന്മാർ, ശക്തന്മാരായ ദൂതന്മാർ, വ്യക്തികൾ, പ്രവചന ശബ്ദങ്ങൾ, വചന വെളിപ്പാടുകൾ, വചനം പ്രസംഗിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ഫോൺ വിളിച്ച് നിന്റെ ദൂത് പറയുന്നവർ, ഐ ഡോണ്ട് നോ ഹൂ, എങ്കിലും എവിടെയൊക്കെയോ നിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞെടുത്ത് ഇന്ന് രാത്രിയിൽ വാതിൽ തുറക്കുവാൻ ശിഷ്യന്മാരുടെ മനോഭാവം ഏറ്റെടുത്ത യേശുവിന്റെ നാമത്തിൽ താഴ്മ ധരിച്ച് ഇന്ന് രാത്രിയിൽ പ്രതികരിക്കുന്ന ചിലരോട് പറയട്ടെ, നിന്റെ മുൻപിൽ ചില വാതിലുകൾ തുറന്നു വരും. ദൈവത്തിന്റെ ദാസൻ എന്ന പദവിയിൽ, യേശുവിന്റെ ദാസൻ എന്ന പദവിയിൽ അഭിഷേകത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, വാതിലുകൾ തുറന്നു വരട്ടെ. Come on, open up. ശബ്ദമുയർത്തി പറഞ്ഞു, വാതിലുകളെ തുറന്നു വരിക. In the mighty name of Jesus, ആത്മാവിന്റെ നിറവിൽ, ആത്മശക്തിയിൽ, ഊർജ്ജല പ്രവാർദ്ധരാശിയാതൽ, ഹല്ലേലൂയ, കൃപ നിറഞ്ഞ് എന്ന് ചിലർ അത്യുച്ചത്തിൽ ശബ്ദമുയർത്തി പറയട്ടെ, വാതിലുകളെ തുറന്നു വരിക. ശബ്ദമുയർത്തി പറഞ്ഞു, ഓപ്പൺ അപ്പ്. വാതിലുകൾ തുറന്നു വരട്ടെ. ദൈവിക കരുതലുകളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. Lord, in the mighty name of Jesus, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിയുന്ന ദാവീദിന്റെ താക്കോലുള്ളവൻ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ ഇന്ന് ചിലർക്ക് വേണ്ടി, ഓ മൈ ലോർഡ്, ഗർജിക്കുന്ന സിംഹം പോലെ ഇന്ന് ചിലർക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അർച്ചന പ്രവാർദ്ധരാശിയാതൽ. അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം ലഭിച്ചവർ ശക്തിയോടെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. സ്തുതിയുടെ മുൻപിൽ, ആത്മിന്റെ മുൻപിൽ യെരിഹോ മതിലുകൾ ഇടിഞ്ഞു വീണതുപോലെ ഇന്ന് ചിലതിന്റെ സ്തുതിയുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന യെരിഹോ കോട്ടകൾ തുറക്കുവാൻ ആർ വരുമെന്നല്ല, പകരം ഇടിഞ്ഞ് താഴെ വീഴുന്നത് പോലെ ചില യെരിഹോ മതിലുകൾ in the mighty name of Jesus, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യെരിഹോ മതിലുകൾ come down dark prince. ഇരുണ്ട മണ്ഡലങ്ങളെ, ആധിപത്യങ്ങൾ, ഇരുളിന്റെ ശക്തികൾ
ദൂതന്മാരുടെ ശുശ്രൂഷ, ഊരിപ്പിടിച്ചുള്ള വാളുള്ള ദൂതന്മാരുടെ ശുശ്രൂഷകൾ പോലെ in the mighty name of Jesus ആപത്തിടുന്ന ശക്തികളെ ബന്ധിച്ചു കളയുവാൻ, വെട്ടേണ്ടതിനെ വെട്ടുവാൻ, ബന്ധിക്കേണ്ടതിനെ ബന്ധിക്കുവാൻ, അട്ടിപ്പുറത്താക്കേണ്ടതിനെ അട്ടിപ്പുറത്താക്കുവാൻ, വാക്കുകളാൽ വന്ന ബന്ധനങ്ങൾ, കൂട്ടുകെട്ടുകളാൽ വന്ന ബന്ധനങ്ങൾ, അവരവർ വരുത്തിവെച്ച ബന്ധനങ്ങൾ, അടിച്ചേൽപ്പിച്ച ബന്ധനങ്ങൾ, കൂട്ടുകെട്ടുകൾ നിമിത്തം വന്ന ബന്ധനങ്ങളും അതിന്റെ നുഖങ്ങളും അതിന്റെ അമിക്കയറുകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ വെട്ടിക്കളയുകയാണ്. Lord, release your work, release your power, release your angels. ദൂതന്മാരുടെ ശുശ്രൂഷകൾ, വാതിൽ തുറക്കുന്ന ദൂതന്മാരുടെ ശുശ്രൂഷകൾ, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ആത്മാവിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, തുറന്നു വരട്ടെ. ഭാവിയുടെ വാതിൽ അടച്ചു കളഞ്ഞത്, സാമ്പത്തിക വാതിലുകൾ അടച്ചു കളഞ്ഞത്, ആരോഗ്യത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞത്, ശുശ്രൂഷയുടെ വാതിലുകൾ അടച്ചു കളഞ്ഞത്, ആത്മാക്കളുടെ ഒഴുക്കിന്റെ വാതിൽ അടച്ചു കളഞ്ഞത്, യാത്രകളുടെ വാതിൽ അടച്ചു കളഞ്ഞത്, നന്മകളുടെ വാതിൽ അടച്ചു കളഞ്ഞത്, ബന്ധങ്ങളെ ഉലച്ചു കളഞ്ഞത്, അനേക വ്യത്യസ്ത ശക്തികളെ വെട്ടിക്കളയുന്ന ദൈവിക പ്രവർത്തികൾ ദൈവം തന്റെ ദൂതന്മാരെയും ശുശ്രൂഷിക്കുവാൻ ശുശ്രൂഷകന്മാരെയും സഹായിക്കുവാൻ സഹായികളെയും ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് കം ഫോർത്ത്, വ്യക്തികളുടെ സഹായം ദൈവം അയക്കുന്നത് റിലീസാകട്ടെ. Lord, in the mighty name of Jesus. Lord, 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 ഈ ആരാധിക്കുന്നതിനിടയിൽ ചിലന്റെ വഴികളെ അടച്ചു കളഞ്ഞ ചില പൈശാചിക ബന്ധനങ്ങൾ ഉരുകി മാറുന്നത് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുക. I sense in my spirit ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. Lord, Lord, മണ്ട വെട്ടിക്കളഞ്ഞ ചിലതിന്റെ പുതിയ കിളിർപ്പുകൾ ദൈവം തരികയാണ്. ഇനിയും നീ ജീവിതത്തിൽ എങ്ങും പോകുകയില്ല എന്ന് ബ്രാൻഡ് ചെയ്ത് കളഞ്ഞത്, ചിലതിനെ മുദ്ര കുത്തി കളഞ്ഞത്, യേശുവിന്റെ നാമത്തിൽ നിനക്കായൊരു പുതിയ വാതിൽ ദൈവം തുറക്കുകയാണ്. Lord, hallelujah, hallelujah. ഇതിന്റെ അകത്ത് ചിലതിനെ ആത്മാവിന്റെ അഗ്നിനാളങ്ങൾ പോലെ എന്റെ ദൈവത്തിന്റെ ആത്മാവ് ചിലതിന്റെ മേൽ അഗ്നിനാളങ്ങൾ അയക്കുകയാണ്. ചിലതിന്റെ കരങ്ങളിൽ കിടക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു മാറുകയാണ്. കാലുകൾ ആമത്തിൽ നിന്ന് പുറത്തു വരികയാണ്. ഗമനത്തെ സ്ഥിരമാക്കുന്ന മൺപേടകളുടെ കാല് പോലെ ചിലതിന്റെ കാലുകളെ ഇന്ന് ദൈവം ബലപ്പെടുത്തുകയാണ്. അർജന പ്രവാർത്തലാസ്യാദൽ, Lord, in the mighty name of Jesus, in the mighty name of Jesus. Ababa shabala hardalasmi khoriandalasyaദൽ. ആത്മപകർച്ചയ്ക്കായി മൺപാത്രങ്ങളുടെ ആവിഷ്കാരത്തിൽ തുറക്കുന്ന മൺപാത്രങ്ങളെ നിറയ്ക്കുന്നത് പോലെ, ആത്മസ്നാനം നടക്കുന്നത് പോലെ മറ്റു ചിലതിന്റെ ജീവിതത്തിൽ, ഭാനങ്ങളുടെ വിടുതൽ പോലെ ചിലതിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ ചില പ്രവർത്തികൾ റിലീസ് റിലീസ് റിലീസ്. Be filled with the power, be filled with the spirit. ആത്മാവിനാൽ നിറയുക, ആത്മശക്തിയാൽ നിറയുക. മുഖങ്ങൾ അഴിഞ്ഞു മാറട്ടെ, അമിക്കയറുകൾ അറുത്തു മാറ്റുകയാണ്. അർജുന ദൈവം പ്രസാദിക്കുന്ന ഉപവാസം നുഖങ്ങളെ ഉടച്ചു കളയുവാൻ, അമിക്കയറുകളെ അറുത്തു മാറ്റുവാൻ, ബന്ധനങ്ങളെ അറുത്തു മാറ്റുവാൻ, കരങ്ങൾ ചങ്ങലകൾ വിട്ട് ഒഴിഞ്ഞു മാറുവാൻ, കാലുകൾ ആമത്തിൽ നിന്ന് പുറത്തു വരുവാൻ, കാരാഗ്രഹങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഇളകി അവർ പുറത്തു വരുവാൻ, മാൻപേടകളുടെ കാലുകൾ പോലെ ചിലതിന്റെ കാലുകൾ ഗമനത്തിലും വേഗതയിലും ഉയർച്ചയിലേക്ക് പാഞ്ഞോടുവാൻ യേശുവിന്റെ നാമത്തിൽ നിലനിൽക്കുന്ന ചില പ്രവർത്തികൾക്കായി ആത്മാവിന്റെ ചലനങ്ങൾ ആത്മാവിൽ തന്നെ ഞങ്ങൾ ആത്മാവിൽ തന്നെ റിലീസ് ചെയ്യുകയാണ്.
എഴുന്നേറ്റ് ആരാധിക്കുവാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് ആരാധിച്ചു. എവിടെയോ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്, ചില വ്യക്തികളെ ദൈവം അയക്കുകയാണ്, ചില ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുകയാണ്. In the mighty powerful name. Listen. Thank you, Lord. ദയവായി ശ്രദ്ധിക്കണം. താങ്ക് യു ലോർഡ്. ദയവായി ശ്രദ്ധിക്കണം. Amen, amen, amen. Oh
Amen. ശ്രദ്ധിക്കാം. ദയവായി ശ്രദ്ധിച്ചാൽ. Thank you. Thank you. Thank you. Thank you, Jesus.
Amen. Hallelujah. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ആർക്കും തടുക്കുവാൻ കഴിയുകയില്ല. മാനുഷികമായി നമ്മൾ തടുക്കുകയും അരുത്. ഇതിൻ്റെ അകത്ത് ആത്മാവിൻ്റെ വലിയ പകർച്ചകൾ, ഏത് വെള്ളച്ചാട്ടത്തെയും വെല്ലുവിളിക്കുന്നത് പോലെ ആത്മാവിൻ്റെ പകർച്ചകൾ പകരുവാൻ ദൈവത്തിന് മനസ്സലിഞ്ചെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അർത്ഥശൂന്യമായി അസ്തമിക്കുകയില്ല. നമ്മളിൽ നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചവനത് തികയ്ക്കുവോളം നമ്മളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. There are many things that happened here. ഇന്ന് പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചു. എന്നോട് ചേർന്ന് സഹകരിച്ച കർത്തൃദാസന്മാർക്കായി നന്ദി. ഓരോ ദൈവദാസന്മാർ, സീനിയർ ശുശ്രൂഷകന്മാർ നിങ്ങളുടെ തലയിൽ കൈവയ്ക്കുവാൻ, നിങ്ങളുടെ അരികിൽ കൂടെ വരുവാൻ, നടക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ അവർ സമയമെടുത്തപ്പോൾ നമ്മൾക്ക് വിലമതിക്കുവാൻ കഴിയാത്ത ചില ആത്മപ്രവർത്തികൾ ഇതിനെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ മുതൽ ആരംഭിക്കും. Can I tell you this? ഞാൻ 2-3 മിനിറ്റ് നിർത്തും. ഇവിടെ maybe we'll have the song, I don't know, maybe. ഇവിടെ മുതൽ ആരംഭിക്കും. ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു കാര്യം, സൗഖ്യങ്ങൾ ഇതിൻ്റെ അകത്ത് ആരംഭിച്ചു കഴിഞ്ഞു. And you may be thinking it's about physical healings. ശാരീരിക സൗഖ്യത്തെക്കുറിച്ചായിരിക്കും ചില. No, അവിടെ മുതലല്ല. Let me tell you. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഞാൻ അവർക്ക് സൗഖ്യം വരുത്തും. Can I tell you? Can I speak to you? ഒരു നിമിഷം ശ്രദ്ധിക്കണം. ചികിത്സിച്ച് മാറ്റേണ്ടതിനെ വഴക്ക് പറഞ്ഞ് മാറ്റിയാൽ മാറത്തില്ല. പനി വന്ന ഒരാളെ, നിനക്ക് പനി പിടിച്ചു എന്നൊരു ചൂരവടി എടുത്ത് അടിച്ചാലൊന്നും പനി മാറത്തില്ല. ചികിത്സിച്ച് സൗഖ്യമാക്കിയാലേ രോഗം മാറത്തുള്ളൂ. കർത്താവ് പറയുക, ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഞാൻ നിനക്ക് പൊറുതി വരുത്തും. ചിലതിന് ഇതിൻ്റെ അകത്തുള്ളവരെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്തില്ലാത്ത ചിലതിനെ പോലും പിന്മാറ്റത്തെ ചികിത്സിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ ആഹാബിൻ്റെ രഥത്തിന് മുൻപേ ഓടുന്ന ഒരു ഏലിയ പ്രവാചകനെ പോലെ ദൈവത്തിൻ്റെ ആത്മാവ് ചിലതിൻ്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ചിലതിനെ അകത്തുകൊണ്ടിരുന്ന ഒരു ആത്മീയ കാഴ്ച ഞാൻ കാണുകയാണ്. രണ്ട് ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഇന്ന് രാത്രിയിൽ സൗഖ്യങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞു. അത് പൂർത്തീകരിക്കുന്നിടം വരെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. If it were a miracle healing, ഒരു അത്ഭുത രോഗസൗഖ്യമായിരുന്നെങ്കിൽ perhaps I would tell you. എങ്കിലും ചില ന്യൂറോളജിക്കൽ ഇഷ്യൂസ് മുതൽ maybe mental depression, maybe വ്യത്യസ്ത മാനസിക പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ കൂടെ പോകുന്ന ചിലരുടെ ജീവിതത്തിൽ രോഗസൗഖ്യങ്ങൾ ഈ മണിക്കൂറിൽ ആരംഭിച്ച് കഴിഞ്ഞു. അത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ബന്ധപ്പെടും. അത് പൂർത്തീകരിച്ചിരിക്കും. 3, ശാരീരികമായിട്ടുള്ള ചില രോഗങ്ങൾ. എനിക്കറിയത്തില്ല എന്ത് രോഗമാണെന്ന്. മരുന്നുകൾ എടുക്കുന്നവർ കൺസൾട്ട് വിത്ത് യുവർ ഡോക്ടറോട് സംസാരിച്ചിട്ട് മാത്രമേ മരുന്നുകൾ നിർത്താവൂ. എങ്കിലും മെഡിക്കൽ ചെക്കപ്പോടുകൂടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, ചിലരുടെ ഫിസിക്കൽ ഹീലിങ്സ് ആരംഭിച്ച് കഴിഞ്ഞു. സമയമുണ്ടായിരുന്നെങ്കിൽ ഓരോന്നോരോന്ന് എടുക്കായിരുന്നു. 9 മണിക്ക് ഞാൻ മൈക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് ടു ദ വർഷിപ്പ് ടീം. അവർ പാട്ടുപാടി then I don't know, you can take it up from there. എങ്കിലും 4ാമത്തെ ഒരു കാര്യം, സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ ദൈവം റിലീസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെ അടുത്ത 24 മണിക്കൂറിനോടകം ചില ഫോൺ കോളുകളായിരിക്കും, ചില ടെക്സ്റ്റ് മെസ്സേജസ് ആയിരിക്കും, വാട്സാപ്പ് മെസ്സേജ് ആയിരിക്കും, ഇമെയിൽ ആയിരിക്കും, ചില കണ്ടുമുട്ടുന്നവരായിരിക്കും. പക്ഷേ ചിലർ നിങ്ങളുടെ അടഞ്ഞുപോയ ചില വഴികളെ തുറക്കുവാൻ ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ ദൈവം നിങ്ങളുടെ മുൻപിൽ, നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. നയമാനെ, നിന്റെ വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ് നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പർ, നീ അറിഞ്ഞില്ല. പക്ഷേ കണ്ണു തുറന്നപ്പോൾ തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന കുഷ്ഠം മാറുന്നതുപോലെ ദൈവം സൗഖ്യം വരുത്തി. അങ്ങനെ പല ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ വാതിൽ തുറക്കേണ്ടവരെ ദൈവം നിങ്ങളുടെ അരികിലേക്ക് ഓടിച്ചടുപ്പിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇതെൻ്റെ അഭിപ്രായമോ ആശയമോ ആഗ്രഹമോ അതൊക്കെ കവിഞ്ഞ് അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് പ്രവചന ശബ്ദം എന്നതുപോലെ റിലീസ് ചെയ്യുകയാണ്. ആവശ്യമുള്ളവർ, വിശ്വസിക്കുന്നവർ മാത്രം പിടിച്ചെടുത്താൽ മതി. അത് വലിയ അസാധാരണ ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്യും. Now, I wanted to talk. ഞാൻ പല കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിച്ചു. How do we receive grace? എങ്ങനെയാണ് കൃപ പ്രാപിക്കുന്നത്? Why is grace given? എന്തിനാണ് കൃപ നൽകപ്പെടുന്നത്? ഞാൻ അതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ, ഗ്രേസസ് ആൻഡ് ഗിഫ്റ്റ്സ്, കൃപയും ഹൗ ടു റിസീവ്, പല കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിച്ചു. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ദ ടൈം ഓഫ് ഗാഡ്. ദൈവത്തിന് ചെയ്യുവാനുള്ള ദൈവം ചെയ്തു കഴിഞ്ഞു. ഐ ബിലീവ് ചിലരുടെ ജീവിതം മാറുവാൻ പോകുകയാണ്. Can I have this muted for 30 seconds please? ഇത് ഓൺലൈനിൽ പോകാതെ 30 seconds മ്യൂട്ടായി കഴിയുമ്പോൾ എന്നെ ഒന്ന് സിഗ്നൽ ചെയ്യണം, so that I can
ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട കാഴ്ച പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ദയവായിട്ടിരുന്നാട്ടെ. ഐ എം സോ സോറി ഐ കെപ്റ്റ് യു സ്റ്റാൻഡിങ്. ദയവായിട്ടിരുന്നാട്ടെ. സോറി. മരണപ്പോരെന്ന് പറഞ്ഞാൽ പലരുടെയും വിചാരം ശരീരം മരിച്ച് ശവപ്പെട്ടിക്കകത്ത് വെക്കുന്നതിനെ ആ മരണം, വെൽ ദാറ്റ് ഈസ് ഫൈനലി വാട്ട് ഡെത്ത് ഈസ് ഓൾ അബൌട്ട്. ഐ മീൻ ഇറ്റേണൽ ഡെത്ത് അല്ല, നമ്മുടെ ശരീരത്തിൻ്റെ മരണം. പക്ഷേ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ശരീരങ്ങളിൽ 75-ൽ പരം 80ഓളം ഓർഗൻസ് ഉണ്ട്, അവയവങ്ങളുണ്ട്. യുനോ, നമ്മുടെ ത്വക്ക് ഏറ്റവും വലിയ അവയവം. സ്കിൻ ഇസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. പിന്നെ ലിവർ, ഹാർട്ട്, കിഡ്നി, അങ്ങനെ 78-80ഓളം ഓർഗൻസ് നമ്മുടെ ശരീരത്തിലുണ്ട്. മരണപ്പോരെന്ന് പറയുമ്പോൾ ത്വക്കിനെ മുതൽ ബാധിച്ച് ശരീരത്തിൻ്റെ അസ്ഥികളെ വരെ ബാധിക്കുവാൻ മരിച്ച പെട്ടിക്കകത്ത് വെക്കുന്നതല്ല, അവിടെ മുതൽ ആരംഭിക്കും മരണപ്പോര്. അങ്ങനെ പലതിനും വിരോധമായി നിന്ന ചിലതിനെ ഇന്ന് കർത്താവ് വെട്ടിക്കഴിഞ്ഞു. ഒരു ദിവസം കൊണ്ടല്ല, മരണയോർദാന്റെ പോരുകളെ ഇന്ന് കർത്താവ് വെട്ടിക്കളഞ്ഞു. ജീവനിലേക്ക് സഭ വർദ്ധിച്ചു വരുവാൻ, ജീവനിലേക്ക് കുതിച്ചു ചാടുവാൻ. മോശ 120-ാമത്തെ വയസ്സിൽ കണ്ണിൻ്റെ കാഴ്ചയും കാതിൻ്റെ കേൾവിയും അതിന് ഭംഗം വരാതെ ദൈവം സൂക്ഷിച്ചതുപോലെ മൺശരീരത്തെയും മൺപാത്രത്തെ മാത്രമല്ല, നമ്മളുടെ ചിന്താമണ്ഡലത്തെയും നമ്മളുടെ ആത്മതലങ്ങളെയും ഏറ്റവും ജീവിതത്തിൻ്റെ അവസാനത്തെ ദിവസം വരെ, ഇത് ദൈവത്തിൻ്റെ ആത്മ ബഥേലിൽ തന്നൊരു വാഗ്ദത്തമാണ്. ഇത് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെ മറ്റൊരു വ്യക്തിക്ക് ഒരു ബാധ്യതയാകാതെ, ഭക്തൻ്റെ മരണം പോലെ ആർക്കും ബാധ്യതയാകാതെ ദൈവം ചിലതിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, വേദനകളില്ലാതെ, കഴപ്പുകളില്ലാതെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, ശരീരത്തിൻ്റെ സിസ്റ്റംസ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന അളവിൽ ആത്മശക്തിയിൽ ഇവൻ്റെ അകത്ത് ചിലതിനെ ചലിപ്പിക്കുന്ന ദൈവപ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ആരംഭിക്കട്ടെ എന്ന് പറയുമ്പോൾ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നവർക്കായി let the Holy Spirit do it. നമ്മുടെ ആഗ്രഹവും നമ്മുടെ വാക്കുകൾക്കും അപ്പുറം നമ്മുടെ വിശ്വാസത്തെ ദൈവം മാനിക്കും. അങ്ങനെ ചില മരണപ്പോരുകൾ നീ 60 ആകുമ്പോൾ, 70 ആകുമ്പോൾ, 80 ആകുമ്പോൾ കഴിഞ്ഞു എന്ന് പറയുന്നതല്ല. എത്ര വർഷം കഴിഞ്ഞാലും, നാളെയോ 10 വർഷം കഴിഞ്ഞോ 50 വർഷം കഴിഞ്ഞോ, ഇറ്റ് ഡസന്റ് മാറ്റർ. പക്ഷേ ദൈവം എനിക്ക് തരുന്ന ആയുസിൻ്റെ അവസാനം വരെ മറ്റൊരു വ്യക്തിക്ക് ബാധ്യതയാകാതെ, കിടപ്പിലാകാതെ എൻ്റെ ദൈവം എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ പ്രാണനെയും എൻ്റെ ആത്മാവിനെയും പരിപാലിക്കും എന്നുള്ളൊരു വാഗ്ദത്തം ചിലർക്ക് വേണ്ടി കടന്നു വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമായി ഈ സഭയിലുള്ളവർ മാറട്ടെ എന്ന ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ സ്തോത്രത്തോടെ സ്വീകരിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാലും. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, യേശു ചിലർക്ക് വേണ്ടി വാതിൽ തുറന്നു കഴിഞ്ഞു. എൻ്റെ അകത്തൊരു ഭയങ്കര ആത്മസന്തോഷം വരികയാണ്. ചിലർക്ക് വേണ്ടി വാതിൽ തുറന്നു കഴിഞ്ഞു. താങ്ക് യു ടീം. ക്യാൻ യു പ്ലീസ് സിംഗ് ദ സോങ്? ആ പാട്ടും കൂടെ ഒന്ന് പാടി. whenever you want to stop. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. മറുവശം ചില മന്ത്രവാദികളുടെയും ആഭിചാരകന്മാരുടെയും ദേശശക്തികളുടെയും അന്യായ പോരുകളുടെയും വാക്കുകളുടെയും പരിഹാസ ശബ്ദങ്ങളുടെയും അശുദ്ധ സഖ്യതകളുടെയും തന്ത്രങ്ങളുടെയും മന്ത്രങ്ങളുടെയും അന്യായ സകല ശബ്ദങ്ങളെയും സഖ്യതകളെയും പോരുകളെയും അതിൻ്റെ വാതിൽ എന്നേക്കുമായി അടച്ചു പൂട്ടുവാൻ ദാവീദ് ഗോത്രത്തിൻ്റെ താക്കോലുള്ളവൻ ഒരു വാതിൽ